എന്ത് ചെയ്യടാ ഇവിടെ? ഞാനിവിടെ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാന്ന്? റേഷൻ വാങ്ങാൻ നിക്ക. പോലീസുകാരന്റെ അടുത്താണോ നിന്റെ കളി? ഇത് റേഷൻ വാങ്ങുന്ന സ്ഥലമാണോടാ? ഇത് റേഷൻ കടയോ ജയിലോ? വിവരം കെട്ടവനെ മരമണ്ട. നീ ആരോടാ ചൂടാ? ചീത്ത പറഞ്ഞു. എന്റെ ഭാര്യയാണ്. റേഷൻ കടയില് റേഷൻ വാങ്ങാൻ പോയവള് സഞ്ചി മണ്ണെണ്ണ പാട്ടി അവിടെ വെച്ച് മറന്നുപോയി. അത് എടുക്കാൻ പോയവള് ഇതുവരെ അങ്ങോട്ട് വന്നില്ല. അവളെയാണ് ഞാൻ ചീത്ത പറഞ്ഞത്. എന്താടോ ഈ പറയുന്നത്? എപ്പോഴാ തന്റെ ഭാര്യ പോയത്? അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഉച്ചക്ക് പോയതാ. അത് പോട്ടെ, ചായക്കുള്ള കാശുണ്ടോ? എനിക്കാ ശീലമില്ല. തനിക്കല്ലടോ, എനിക്ക്. കാശില്ലല്ലോ. വേറെ എന്തുണ്ട് കയ്യില്? ബീഡിയുണ്ട്. ശരി ശരി, ഒരു ബീഡിതാ. എന്താടാ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് താടാ. വയസ്സാം കാലത്ത് ഒരു ബീഡി ചോദിച്ചിട്ട് മൊത്തം കൊണ്ടുപോയി ദരിദ്രവാസി. പഞ്ചസാരക്ക് പകരം ചാരായം. എന്താ മണം! റേഷൻ കടയ്ക്ക് പോകുന്ന പറഞ്ഞിട്ട് എന്താടാ ഇത്? ഇത് അത് കടലയും പരിപ്പും. അതോ? അത് പഞ്ചസാര. ഒന്ന് പെട്ടെന്ന് ആവട്ടെ അച്ഛനെ, പോയിട്ട് എനിക്ക് വേറെ പണിയുള്ളതാ. എന്തോന്നും മിണ്ടാത്തത്? അരി തന്നു, പഞ്ചസാര തന്നു, ഇനി വേറെ എന്തേലും ഉടനെങ്കിൽ എടുത്താ. ഇവിടുന്ന് ആരാടാ മോഷിക്കാൻ കൂട്ടിങ്ങനെ? ആരാടാ അത്? പറയടാ, പറയാ. സേതു അവനാ. നാളെ തൊട്ടേയും വേറെ ആളെ വെക്കും. സേതുവിന് ദേഷ്യം വന്നാ നിന്റെ പരിപ്പേനളക്കും. ഇവനൊന്നും വിശ്വസിച്ച് തൊഴിൽ ചെയ്യാൻ പറ്റും. എന്താണ് ഇവിടെ പരിപാടി? എന്താ വേണ്ടേ സാർ? നീ മോഷ്ടിച്ചിട്ടില്ലേ ഇതിനകത്ത് വന്ന്? ഇപ്പൊ ഇവിടെ വന്നിട്ട് മോഷ്ടിക്കുന്നു? ഒരു നേരം പോക്കല്ലേ സാർ? സൂപ്രണ്ടിനെ പറ്റി നിനക്ക് അറിയോ? അങ്ങോട്ട് ചെല്ലട്ടെ. നീ എന്താണ് അവിടുത്തെ ചട്ടം വന്ന് കേറിയില്ല, അതിനു മുമ്പ് വെളച്ചില് കളിക്കുന്നോടാ. നന്നായി ജീവിക്കാൻ പറഞ്ഞപ്പോ പെണ്ണുങ്ങളെ കഴുത്തുള്ള മാല നീ പൊട്ടിക്കല്ലടാ. എന്താന്ന് ചോദിച്ചപ്പോ നീ എന്നെ നോക്കി പേടിപ്പിക്കുന്ന എന്താ? നീ ചത്തോടാ. ഈ നാട് നീ നശിപ്പിക്കാൻ നോക്കുമല്ലടാ. പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോലീസ് ചേർന്നത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഈ കട്ടപ്പനെ കരുണാകരന്റെ അടി കൊണ്ടല്ല പഠിക്കൂ. കരുണാകരൻ, കട്ടപ്പന കരുണാകരൻ ആരാ? ഓ, അവനാണോ? അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോ മതിൽ നിന്നും വീണ് ചത്തുപോയി. വെക്കടാ ഫോണ്. ഇവനാരാ? സാറേ, ഈ അരിയും മറ്റും കളവ് പോയി എന്ന് പറഞ്ഞില്ലേ, ഇവനാ സാറേ ആള്. ഓഹോ, പുറത്ത് മോഷണം നടത്തിയ ഉണ്ടായി ഇങ്ങോട്ട് കൊണ്ടുവന്ന. ഇപ്പൊ ഇവിടെയും തുടങ്ങിയോ നീ? ഞാനിങ്ങനെ മോഷ്ടിക്കുന്ന ആദ്യമായിട്ടാണ് സാർ. സത്യമാണോടാ? ഈ സാർ അങ്ങനെ പറയാനാ പറഞ്ഞത്. അയ്യോ, ഞാനല്ല സാറേ, ഈ സത്യം പറയാൻ പറഞ്ഞു. ഇവനെ എന്തൊക്കെയോ പറയുന്നു. എന്ന് മുതലാ നീ മോഷണം തുടങ്ങിയത്? 5 വയസ്സുള്ളപ്പോ. ഓഹോ, കുട്ടിക്കാലത്ത് തുടങ്ങിയല്ലേ? കുഞ്ഞുനാളിലെ ചോറ് തരാൻ ആരുമില്ലായിരുന്നു സാർ. വിശന്നപ്പോഴാണ് മോഷ്ടിച്ചു തുടങ്ങിയത്. പിന്നെ അത് ഒരു തൊഴിലായി മാറി. ഇപ്പൊ സാർ എന്നോട് ക്ഷമിച്ച ഇനി ഞാനത് ആവർത്തിക്കില്ല. വണ്ടി നിർത്തിയിട്ട് കുറെ നേരമായല്ലോ, ആരെയും കാണുന്നില്ലോടാ. എന്താ കുഞ്ഞെ നിങ്ങൾ ഈ സമയത്ത്? ഇരുന്നോണ്ട് വന്ന എന്നെ കണ്ടിട്ട് ഇത്രയും അതിശയാണെങ്കിൽ ഓടിച്ചോണ്ട് വന്നതിനെ കണ്ട എന്തായിരിക്കും സ്ഥിതി? ഓടിക്കുന്നതോ? ആരാ ഓടിക്കുന്നേ? ഇതാരാ? മുഖ്യമന്ത്രിയോ? എന്താ, മുഖ്യമന്ത്രിക്ക് വന്നൂടെ?
അങ്ങൊന്ന് നേരത്തെ വരണമെന്നാ എന്റെ ആഗ്രഹം. വന്നാട്ടെ. വെറ്റിലച്ചില്ല ഇങ്ങനെ ഇരുന്ന ഖജനാവിന്റെ സ്ഥിതി എന്തായി? അത് കാണാൻ പോവല്ലേ, വന്നാട്ടെ. നമ്മൾ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞോ? കുട്ടിയുടെ കാര്യല്ലേ, അതല്ല ഞാൻ പറഞ്ഞ സമ്മതിപ്പിച്ചോളാം, നീ ഒന്ന് ചുമ്മായിരി. വന്നാട്ടെ. പക്ഷേ ഒരു കാര്യം, എന്താ? നമ്പ്യാര് വരുന്നതിന് മുമ്പേ തിരിച്ചു പോണം. പോയില്ലെങ്കിൽ അവൻ വന്നാൽ എന്റെ ഗതി. നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. എത്രയോ റെക്കമെൻഡേഷൻ നമ്മൾ ചെയ്യുന്നു, ഇപ്പൊ ഇവളോട് ചോദിക്കേണ്ട അവസ്ഥയായി. മോളെ, പൊന്നാര മോളെ, നീ വലിയ ഭാഗ്യശാലിയാടി. പണക്കാരന്റെ കൂടെ കൂടിയപ്പോഴേ നീ ഇവിടെ എത്തി. പദവിയുള്ളവന്റെ കൂടെ കൂടിയാ നീ എവിടെ എത്തും? മുഖ്യമന്ത്രിയുടെ കണ്ണ് നിന്നിൽ പെട്ടിരിക്കുക മോളെ. മഞ്ജു ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പാടുന്നത് കണ്ടിട്ടുണ്ട്, കിടപ്പറയി മാത്രം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അയാളുടെ ഒരു സന്തോഷം കാണണം മോളെ. സുഹൃത്തിന്റെ ഭാര്യ ആ നാണം കെട്ട മനുഷ്യൻ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പറയാമല്ലായിരുന്നോ? താലി ഇല്ലെങ്കിലും ഞാൻ ഇപ്പോഴും ആ മനുഷ്യനോട് ജീവിക്കുന്നത്. ആരെയാണെന്ന് നീയല്ലേ പറയുന്നത്? നാട്ടുകാർ വെപ്പാട്ടി എന്നാ പറയുന്നത്. നിനക്ക് വേണേ മര്യാദയുള്ള വെപ്പാട്ടി എന്ന് പറയാം. അതെ, ആ നമ്പ്യാര് ഷർട്ട് മാറ്റുന്നത് പോലെ നിന്റെ ചിട്ടയൊന്ന് മാറ്റിയാലെന്താ? നിന്നെ അയാൾ തഴഞ്ഞാൽ നിന്റെ ഗതി എന്താകും? എന്തോ നിന്റെ ഭാഗ്യവാ. മുഖ്യമന്ത്രി വന്ന് കയ്യും നീട്ടി നിൽക്കുമ്പോ നീ അത് രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കാനുള്ളതിനെ തട്ടിത്തെറിപ്പിക്ക. എടി, ഈ കിളവിക്ക് നീ അല്ലെങ്കിൽ വേറൊരുത്തി. എന്റെ ബിസിനസ് നന്നായി നടക്കും, നിന്റെ ജീവിതം കോഞ്ഞാട്ടയാകും. ഇത് കേക്ക്, ഇപ്പൊ നീ ഒരു പണക്കാരന്റെ മുമ്പിൽ കയ്യും കെട്ടി നിൽക്കുന്നു. മുഖ്യമന്ത്രിയെ മടിക്കുത്തിലാക്കിയാലുണ്ടല്ലോ, നിന്റെ മുമ്പിൽ 10 പണക്കാര് കയ്യും കെട്ടി നിൽക്കും. നിന്റെ പഴയ ജീവിതത്തെ പറ്റി പറയേയില്ല. എല്ലാരും നിന്നെ പൂജിക്കില്ലേ? നിങ്ങളൊന്നും മിണ്ടാതെ പോയിക്കേ. ഈ പറഞ്ഞത് പുറത്തുപോയി പറഞ്ഞാ കൊന്നത് തന്നെ എന്നെയല്ല, നിന്നെയാ. ഞാൻ പറയുന്നത് കേൾക്കാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് സമ്മതിച്ച് സുഖമായി ജീവിക്കാൻ നോക്ക്. എന്താ മോളെ? ഓരോന്ന് വിചാരിച്ചിട്ട് എനിക്ക് നാണം തോന്നുവാ. നീ എന്തിനാ വിചാരിക്കുന്നത്? മറ്റൊന്നും അല്ല നേതാവേ, നിങ്ങളുടെ സന്തോഷം കണ്ടിട്ടാ. നീയാണ് കൊള്ളാലോ. നേതാവേ, ആ, ഒരു കലക്കങ്ങോട്ട് എന്താ പറഞ്ഞേ? പൊടിക്കണോ? ശരി നേതാവേ, ആ, ഒരു ചെറിയ സംശയമുണ്ട്. എന്താ നിന്റെ സംശയം? ആ പെണ്ണ് നമ്പ്യാരുടെ ആള്. അതെ. നിങ്ങൾ തമ്മിലാണെങ്കിലോ നല്ല സുഹൃത്തുക്കൾ. അങ്ങനെയുള്ളപ്പോ അങ്ങനെ വഞ്ചിക്കുന്നത്. മണ്ട, അതാണ് രാഷ്ട്രീയം. പാലം കിടക്കുവോളം നാരായണ നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ പൂരായണ. അതുപോലെയാടാ ഇതും. എന്താ നേതാവേ, എന്താടാ? ഞാൻ വിചാരിച്ചത് തന്നെ നേതാവ് പറഞ്ഞു. എന്താ പാലം കിടക്കുന്നതോ? അല്ല നേതാവേ, മറ്റേ കാര്യം. എന്തായാലും നേതാവ് ഒന്ന് ശ്രദ്ധിച്ചോണേ. എന്താ ഈ കാര്യം കാണും നമ്പ്യാർ അറിഞ്ഞാലുണ്ടല്ലോ. അറിഞ്ഞാലെന്താ? ഇടിച്ച് തവിടുപൊടി ആക്കുന്നതും പോരാ, നിക്കറ് കീറും. ഒന്ന് പറഞ്ഞേക്കാം. നിർത്തടാ. എങ്ങനെ കീറിയാലും മടക്കി കെട്ടിയാലും എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ. അതുവരെ നീ കണ്ടോണ്ട് ചുമ്മാ ഇരിക്കാൻ പോവാ. ഇനി നീ ഒരു കാര്യം പുറത്തു പോണമായിരിക്കും. ഞാൻ മനസ്സിൽ കണ്ടത് നീ മരത്തേക്ക്. സഖാവിന് വേണ്ടി ഞാൻ പുറത്തോ അകത്തോ ആകാശത്ത് വേണേലും പോയി എന്റെ യഥാർത്ഥ സഹായിയാണ്. എന്റെ കിഡ്നിയിൽ നീ സ്ഥാനം. എന്താ കിഡ്നി? അതേടാ, ഹൃദയമൊക്കെ പണ്ട്. ഇപ്പൊ കിഡ്നി അല്ലേ പ്രധാനം. ഇപ്പോൾ ഞാൻ
എപ്പോഴും ഞാൻ റാണി. ഉമലാളെ കണ്ടു ഞാൻ പൂങ്കിന. അപ്പോഴേ നിന്നെ ഞാൻ ശ്രദ്ധിച്ചു. ശരി, ഡാൻസ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. നിന്റെ ഡാൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ ഒന്നും മിണ്ടാത്തത്? ഉള്ളതങ്ങ് പറയാലോ, മറ്റൊന്നും വിചാരിക്കരുത്. ടെറസിൽ കിടന്നു നോക്കി ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഇവിടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ദയവ് ഇത് വേണ്ടെന്ന് പറയരുത്. എല്ലാവരും ഇങ്ങനെ തന്നെയാ. മറ്റൊരാളാണെങ്കിൽ പുറത്തറിയില്ല, ഞാൻ എന്ത് ചെയ്താലും ലോകം അറിയും. നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും കൂടി. അല്ല, മനസ്സിന് ഇഷ്ടമില്ലാത്തവരെ ഞാൻ തൊടാറില്ല. നമ്പ്യാര് എന്റെ അനുജനെ പോലെയാ. അവൻ എന്ത് കിട്ടിയാലും എനിക്ക് തരും. എനിക്ക് കിട്ടിയാ ഞാനും കൊടുക്കും. ഇതൊരു പതിവാ. ഇന്നേ കടപ്പുറത്ത് കൊടുങ്കാറ്റ് വീശി വീട് നഷ്ടപ്പെട്ടവർക്ക് തുണി കൊടുക്കേണ്ട ദിവസമാ. കൊടുങ്കാറ്റല്ലേ, അടുത്ത വർഷം വീശുമ്പോ ഒന്നിച്ചു കൊടുക്കാവുന്നേ. അതും കളഞ്ഞിട്ടാ ഞാനിവിടെ വന്നത്, അറിയോ? നാടിന് വേണ്ടി കേന്ദ്രത്തിന്റെ കാല് പോലും ഞാൻ പിടിച്ചിട്ടില്ല. പക്ഷെ നിന്റെ കാല് ഞാൻ ആ സൈഡിലൊന്നും ഇരുന്നോട്ടെ. ഇനി പറ. അങ്ങേര് അറിഞ്ഞാലോ? അറിഞ്ഞാലല്ലേ? അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? കൈക്കൊരു വിറയല്. തൊണ്ടിക്കാ വഴുക്കുമ്പോഴാ കാക്കയ്ക്ക് വായ്പുണ്ട്. എന്താ സാറേ? ആരാടാ ഗേറ്റ് അദ്ദേഹം പോയപ്പോ മറന്നുപോയതാ. അദ്ദേഹം ഒന്നോ? ആര്? ആരാടാ? അത് പിന്നെ എന്താ, ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ വരാനുണ്ടോ? എന്താ ഈ പറയുന്നേ? അതെ, അതെങ്ങനാ? നീ വിചാരിച്ചാലല്ലേ അത് നടക്കൂ. അങ്ങനെ വിചാരിക്കില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ലെന്നേ, നീ അങ്ങനെ വിചാരിക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, ഡാൻസിൽ എപ്പോഴും ഒരു ചുറുചുറുക്കും താളക്കൊഴുപ്പും ഒക്കെ ഉണ്ടാവും. പദവിയുള്ളവരാണെങ്കിൽ ഒരു കലക്ക് കലക്കും, അല്ലേ? ഇന്നെന്തോ ഒരു കുറവുണ്ടല്ലോ. ഏയ് ഇല്ലല്ലോ. ഇല്ല അല്ലേ? ഇല്ല. കണ്ടോ, എന്താ ഇത്? ഫേസ് എല്ലാം വല്ലാതെ ഡള്ളായിരിക്കുന്നല്ലോ. ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ നീ ഡാൻസ് അല്ലാതെ വേറൊരു ജോലി ചെയ്യില്ല, അല്ലേ? ഇല്ല. ആ, അത് നിനക്ക് ശീലമായി പോയി അല്ലേ? ശരി, അത് പോട്ടെ. ഞാൻ എവിടെ പോയിട്ട് തിരിച്ചു വന്നാലും നീ ഓടി വന്ന് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നല്ലോ. ഉമ്മയുമില്ല, സന്തോഷവും ഇല്ല. അതെന്താ? ഓക്കേണോ? ഉമ്മയൊക്കെ, പക്ഷെ പണ്ടുണ്ടായിരുന്ന ചൂടില്ല. ഇപ്പോഴോ ഓക്കെയാണോ? ഓക്കെ അല്ല. ഓക്കെ അല്ല. ഇപ്പോഴോ? ഓക്കെ അല്ല. ഞാൻ നട്ടു വളർത്തിയ ചെടിയുടെ പൂവ് എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ മറ്റൊരാൾക്ക് ആസ്വദിക്കാനുള്ളതല്ല. അത് കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ? വാ, ഇതിനൊക്കെ വളം വെച്ചു കൊടുത്ത വനിതാമണി, വാ, വാടി വനിതാമണി. ഞാൻ സ്നേഹിച്ച് വളർത്തിയ കുതിരയെ വേറൊരുത്തം കൊണ്ടുപോയി ജയിക്കേണ്ടതായിട്ട് വന്ന അവനെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ദ്രോഹം ചെയ്യുന്നത് കുതിരയായാലും ശരി, കഴുതയായാലും ശരി, കിഴവിയായാലും ശരി, എന്റെ ഭാര്യയാണെങ്കിൽ പോലും ഞാൻ കൊടുക്കുന്ന ശിക്ഷ
ഒന്ന് മാത്രം. അയ്യോ അങ്ങനൊന്നും പറയാതെ ഇവിടെ ഇരിക്കേ. സഖാവേ അരുതാത്തൊന്നും പറയരുത് കേട്ടോ. അടുത്തിരിക്കാനല്ലേടാ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ് എന്നെ അപമാനപ്പെടുത്തരുത്. നിങ്ങൾ എന്നെ അടിക്കുവോ കുത്തുവോ ചവിട്ടോ എന്ത് വേണേലും ചെയ്തു. പക്ഷെ ദയവ് ചെയ്ത് എന്നോട് അടുത്തിരിക്കാൻ മാത്രം നേതാവ് പറയരുത് കേട്ടോ. ഞാൻ കരയും കേട്ടോ, പറഞ്ഞേക്കാം. സഖാവിന്റെ കാലടി എനിക്ക് അമ്പലം പോലെ. ഇതാടാ കാല്. ധൃതി കൂടി പോയി. സഖാവ് ഡൽഹിയിലേക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. അങ്ങോട്ട് മാറണം. സാറേ എനിക്ക് ഒരു 10 മിനിറ്റ് എല്ലാവരും വെളിയിൽ പോകാൻ പറ. സോറി, പറയാവോ? നമ്മൾ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെങ്കിലും അനുവാദമില്ലാതെ അകത്ത് വന്നത് ശരിയായില്ല. ഞാൻ സ്ഥലത്തില്ലാത്തപ്പോൾ നിങ്ങളുടെ കാർ എന്റെ വീട്ടിൽ വരുന്നത് ചോദിച്ചിട്ടാണോ? പോയിക്കോ പോയിക്കോ. അത് വേറെ കാര്യമൊന്നുമില്ല, നിന്നെ കാണാനാ വന്നത്. അന്വേഷിച്ചപ്പോ ദൂരെ എവിടെ പോയെന്നറിഞ്ഞു. ഫ്ലൈറ്റ് ലേറ്റ്. അതെ ഇപ്പൊ വന്നു. വേണ്ട, ഈ പണിയൊക്കെ കയ്യിലിരിക്കട്ടെ. പാവപ്പെട്ട ജനങ്ങളെടുത്ത് വെച്ചേക്ക്. എന്റെ എടുക്ക വേണ്ട. എല്ലാ വെളച്ചിലും കഴിഞ്ഞിട്ട് വന്നവനാ ഞാൻ. ആ വെള്ളം അങ്ങ് വാങ്ങിയാലേ. ഇപ്പൊ എന്തുണ്ടായിട്ടാ നീ ചൂടാകുന്നത്? കോടാനുകോടി പണം കൊടുത്താ ഞാൻ നിങ്ങളെ മന്ത്രിയാക്കിയത്. വാരിക്കൊടുത്താണ് പാർട്ടിക്കാരെ വിലക്ക് വാങ്ങിയത്. എന്തിന്? നിങ്ങളെ മന്ത്രി കസേരയിൽ ഇരുത്താൻ വേണ്ടി. നിങ്ങൾക്ക് അതിനുള്ള നന്ദി ഇല്ലാതെ പോയി. ഉണ്ട ചോറിന് നന്ദി വേണോടോ. നീ വെറുതെ പണവും തന്നില്ലല്ലോ. എനിക്ക് ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. ഞാൻ തീർച്ചയായും ഭരണത്തിൽ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ പണം തന്നത്. ചെറിയ മീനയിട്ട് വലിയ മീന് പിടിക്കാൻ. ഞാൻ മുഖ്യമന്ത്രിയായ ശേഷം എത്ര കോടി സമ്പാദിച്ചു, എത്ര കൊലകൾ നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി നീയാണോ അതോ ഞാനാണോ എന്ന് ജനങ്ങൾ ചോദിക്കുന്ന വിധത്തിൽ നീ കാരണം എന്റെ പേരില്ലാതായി. ഞാൻ അവിടെ പോയാൽ നിനക്കെന്താടാ? ഞാൻ ഒരു ബുദ്ധനും അല്ല, അവളൊരു പതിവ്രതയോ. പതിവ്രതയാണോ എന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ഭാര്യ പതിവ്രതയാണോ? അത് നോക്കിയാ നോക്ക്. എന്റെ ഭാര്യയെ പറ്റി പ്രതിപക്ഷം പറയാത്ത കാര്യങ്ങളാ. റിസർച്ച് നടത്തിയ ഓരോരുത്തർ എഴുതി തുടങ്ങി. ഇതൊക്കെ നോക്കിയിരുന്ന നാട് ഭരിക്കാൻ പറ്റുമോ? അവളെ എനിക്ക് പണ്ടേ കണ്ണുണ്ടായിരുന്നു. നീ ഇടക്ക് കയറി എന്ന് വെച്ച് എന്റെ ആഗ്രഹം അടക്കണമെന്നാ? അടങ്ങുന്ന ആഗ്രഹമാണോ അത്? അടങ്ങിയില്ല, അടക്കി. അവളുടെ ദേഹത്ത് 1000 കൈരേഖയാടാ. അതിലെന്റെ ഒന്ന്. നിർത്ത. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അത് എന്റെ കയ്യിൽ വരുന്നതിന് മുൻപ്. ഇപ്പൊ നിങ്ങളുടെ കൈരേഖ പറഞ്ഞുകൊണ്ട് അവൾ പരലോകത്ത് പോയത്. നിങ്ങളും അങ്ങോട്ട് തന്നെ പോകുമെന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായത് എന്റെ പെണ്ണിന്റെ ബലം കൊണ്ടാ. ഇപ്പൊ തറപറ്റാൻ പോകുന്നതും പെണ്ണ് കാരണം. അതൊക്കെ അന്നായിരുന്നടാ. അന്ന് ഞാൻ ഒറ്റത്തടി. ഇപ്പൊ ടോട്ടൽ ഒരു ദേശവാടാ. ഭരണം എന്റെ കയ്യില്, അധികാരം എന്റെ കയ്യില്. ഞാൻ വിചാരിച്ചാൽ നിന്റെ വെള്ളപ്പണവും കറുപ്പ് പണവും ഞാൻ പുറത്തു കൊണ്ടുവരും. 24 മണിക്കൂറിനകം ഞാൻ റോട്ടിൽ കൊണ്ടുവരും. അതെ, വരാൻ പോകുന്നത് ഞാനല്ല, നിങ്ങളായിരിക്കും. ഗർഭപാത്രം മുതൽ ശവപ്പെട്ടി വരെ ഓടി ഓടിക്കുന്നവനാ ഞാൻ. എന്നോടാ കളിക്കുന്നേ? ചേട്ടാ, നമ്പ്യാര് വരുന്നുണ്ട്. ഇരിക്കടോ അവിടെ. നമ്പ്യാരുടെ പണം കൊണ്ടാണ് നമ്മളും CM-ഉം ജീവിക്കുന്നത്. നമ്പ്യാരുടെ പണം കൊണ്ട് രാഷ്ട്രീയം നടത്തിയിട്ട് അങ്ങേരുടെ തലേ കയറിയിരുന്ന് ഇറങ്ങുന്നത് തെറ്റല്ലേ? മനുഷ്യരായ കുറച്ച് നന്ദി വേണം. നമസ്കാരം നമ്പ്യാർ സാറേ. ആ വരൂ, എനിക്കിപ്പോ സംസാരിക്കാം. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. വരൂ സാറേ. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടല്ലേ, നടന്നു കയറുന്നതിൽ ക്ഷമിക്കണേ. വരൂ, ഇവിടെ ഇരിക്കും. എന്തിനാ സാറേ എന്റെ വീട് അന്വേഷിച്ചു വന്നത്? ഒരു വാക്ക് പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരില്ലേ? ഞാൻ വിശ്വാസമുള്ളൊരു നായയെ പോലെയാണ് സാർ. വാലാട്ടിയ മാത്രം പോരാ, കുറച്ചൊക്കെ നന്ദിയും വിശ്വാസവും ഒക്കെ ഉണ്ടായിരിക്കണോടോ. അത് നിന്റെ നേതാവിനും ഇല്ലാതെ പോയി. എന്നോട് ക്ഷമിക്കണം സാറേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞ സാറേ, നമ്പ്യാരുടെ മനസ്സിനെ വേദനിപ്പിച്ച നമ്മളെയൊക്കെ കൊന്നു കളയുമെന്ന്. അങ്ങേര് കേട്ടില്ല. നിങ്ങളോട് ചെയ്ത ദ്രോഹം ഞാൻ പുറത്തു പറഞ്ഞ എന്നെ പാർട്ടിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞു സാറേ. സാറിനറിയാമല്ലോ, എന്നെ പാർട്ടിന്ന് പുറത്താക്കിയ എനിക്ക് കന്നാലിയെ കൂടി നോക്കാൻ അറിയില്ലെന്ന്. ഇതിനു വേണ്ടി സാർ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ശിക്ഷ തരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിനക്കല്ല, നിന്റെ നേതാവിന്. ഇരിക്കടാ. ഞാനോ? സോഫയിലോട്ട് ഇരിക്കടാ. അവൻ പരലോകത്ത് പോകാനുള്ള സമയമായി. നീ നേതൃത്വത്തിലേക്ക് വരാനുള്ള സമയവും. ഒന്നും മനസ്സിലാവുന്നില്ല. നിന്റെ നേതാവില്ല. ആദ്യം അത് ചെയ്യണം. അത് നീ തന്നെ ചെയ്യണം. ഞാനോ? അതെ, അല്ലെങ്കിൽ നീ ഇല്ലാതാവും. നീ പട്ടടയിലേക്ക് പോണോ അതോ മന്ത്രി കസേരയിൽ ഇരിക്കണോ എന്ന് നീ തന്നെ തീരുമാനിക്കണം. തീരുമാനിച്ചു. ഞാൻ നേതാവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അടുത്ത മാസം നേതാവിന്റെ വിവാഹ വാർഷികമാണ്. ഞാൻ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ രാവിലെ തന്നെ അങ്ങേരുടെ കഴുത്തിൽ മാല അണിയിച്ചോളാം.
വൈകുന്നേരം എന്റെ സാറ് വന്ന് അങ്ങേർക്ക് ഒരു റീത്ത് വെച്ചോളൂ. ഇങ്ങനെ ചെയ്താൽ സാറിനെ ആരോട്ട് സംശയിക്കത്തില്ല. എടാ സേതു, ഏയ് നീ എവിടെ പോവാ? നിന്നെ കൊണ്ടുപോകാനാ ഞങ്ങൾ വണ്ടിയായിട്ട് വന്നിരിക്കുന്നത്. നീ ഓട്ടോയിലേക്ക് കയറിക്കേ. എവിടെ? എവിടെയാണെന്നോ? കോർട്ടിലേക്ക്. എന്തിന്? തെളിയാത്ത 2-3 കേസുണ്ട്. ആ ഇൻസ്പെക്ടർ എന്നെ നിലത്ത് നിർത്തുന്നില്ല. നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ആരാ പി. എ. മനുഷ്യൻ? ഗോപാലകൃഷ്ണൻ. അയ്യോ, പുള്ളി നമ്മുടെ ആളാ. ആണോ? അങ്ങേർക്ക് എന്നെ നല്ലപോലെ അറിയാം. അങ്ങേരിൽ എന്നെ ഇപ്പം കൂടെ അയച്ചത്. കഴിഞ്ഞ മാസം നടന്ന കേസിന് എന്നെ കൊണ്ടുപോയി നിർത്തി അങ്ങനെ ചോദിക്കില്ല. എടാ സേതു, അതെല്ലാം ഞങ്ങൾ സംസാരിച്ചു. എടാ, കള്ളനെ പിടിക്കുന്നത് വലിയ കാര്യമല്ല, ഫയൽ ക്ലോസ് ചെയ്യണം. എടാ സേതു, നീ ഇതെല്ലാം അങ്ങ് സമ്മതിച്ചേരി. എന്താ കൂടിപ്പോയാ ഒരു 3 മാസം ഞാൻ നിനക്കൊരു 300 രൂപയും ഒരു കോഴി ബിരിയാണി ഒരു കോട്ടറും തരാം. അയ്യോ എന്നെ വിട്ടു പോയല്ലോ, എന്റെ ദൈവമേ, അയ്യോ എന്നെ വിട്ടു പോയല്ലോ, എന്റെ ദൈവമേ, അയ്യോ എനിക്ക് വയ്യ, ഞാനിനി എങ്ങനെ ജീവിക്കും, എനിക്ക് വയ്യ. ആരാണെന്നറിയാം? സിറ്റിയിലെ ദാദാ, സൈബർ കുട്ടൻ. അങ്ങേരും മരിച്ചുപോയോ? സൂപ്രണ്ട് വെച്ച് കാച്ചി അയാളങ്ങ് മേലോട്ട് പോയി. ഇനിയും ഞാൻ അകത്തേക്ക് പോയാൽ എന്നെ ഓട്ടോയിൽ കയറ്റേണ്ടി വരില്ല, ഇതിനകത്ത് കയറ്റേണ്ടി വരും. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അവന് കരയാൻ കെട്ടുകളുണ്ട്, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എടാ പറട്ടെ. സേതു, എടാ കള്ള, നിനക്ക് 4 കാലുള്ള കസേര ആവശ്യമാണോടാ? നിന്നെ വിടില്ലടാ, നിന്നെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ നാട്ടിലുള്ള ജനങ്ങളെയെല്ലാം നീ കബളിപ്പിക്കാമെന്ന് വിചാരിച്ചോ? അത് നടക്കില്ലടാ. റോഡ് തോറും കപ്പലണ്ടി വിറ്റുകൊണ്ട് നടന്നിരുന്ന നീ ഇന്ന് കാറിലേ വരുമല്ലേ? ഈ ജീവിതം എങ്ങനെ കിട്ടി? ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് നീ സമ്പാദിച്ച കാശൊക്കെ എത്ര കാലം നിലനിൽക്കുമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. നിന്നെ ഞങ്ങൾ താഴെ ഇറക്കിയേ പറ്റൂ. ഈ അടുത്ത കാലത്ത് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരു വിഗ്രഹം കാണാതെ പോയി. അതെങ്ങനെ കാണാതെ പോയി സുഹൃത്തുക്കളെ? അതിനൊരു അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചു. ആ അന്വേഷണ കമ്മീഷൻ എവിടെ പോയി? അത് മുഖ്യമന്ത്രിയും അവരുടെ ആൾക്കാരും ചേർന്ന് അമർത്തി വെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരടാ? നമ്മളൊക്കെ 5 or 10 മോട്ടിച്ച മുട്ടുകാലൊടിച്ച് 6-7 മാസം ജയിലിനകത്തിടുന്ന ഉറപ്പാ. ഇവനൊക്കെ കോടിക്കണക്കിന് മോഷ്ടിക്കുന്ന മൈക്കിലോട് വിളിച്ചു പറയാ. ആ പോലീസുകാരാണെങ്കിൽ അതുകൊണ്ട് തലയും ചൊറിഞ്ഞു നിൽക്കുന്നു. ഇവനൊന്നും അവർ അറസ്റ്റ് ചെയ്യില്ലേ? അതാടാ രാഷ്ട്രീയം. ജനങ്ങൾ ചെയ്യുന്നതെല്ലാം കള്ളത്തരം. രാഷ്ട്രീയക്കാർ ചെയ്താലോ ഒരു തെറ്റുമില്ല. ജനങ്ങൾ തെറ്റ് ചെയ്താൽ കോടതി, ജയിലിൽ ശിക്ഷ. രാഷ്ട്രീയക്കാർ ചെയ്താലോ എൻക്വയറി കമ്മീഷൻ. നമ്മുടെ ഇന്ത്യയിൽ ഒരു കമ്മീഷനും ഇതുവരെ ഒരു തീരുമാനം എടുത്ത് ചരിത്രമില്ല. രാഷ്ട്രീയക്കാർ ഇതൊന്നും കാര്യമാക്കാറില്ല. എന്താ, ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ഒരു കള്ളനെ വിട്ടിട്ട് മറ്റൊരു കള്ളനെ തെരഞ്ഞെടുക്കും. സേവനത്തിന് വേണ്ടി ജീവിച്ച നേതാക്കന്മാരെല്ലാം പരലോകത്തെത്തി. നാട് നന്നാക്കാൻ താല്പര്യമില്ലാത്തവരെ ജനങ്ങൾ നേതാക്കന്മാരാക്കി. ഇതാടാ രാഷ്ട്രീയം. സമയമായി, പാർക്ക് അടയ്ക്കണം. നിക്കുന്നേ. നിങ്ങളോട് പറഞ്ഞ മനസ്സിലായില്ലേ? മോഷണമൊക്കെ കൂടി കൂടി വരിക. ഞങ്ങൾക്ക് വല്ലാത്ത തലവേദന. ശരി, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ പൊക്കോളാം. പാർക്ക് നന്നായിരിക്കണമെന്ന് ഒരു വാച്ച്മാന് തോന്നുന്നുണ്ട്. എന്നാൽ നാട് നന്നായിരിക്കണമെന്ന് ഒരു രാഷ്ട്രീയക്കാരനെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിരുന്നാൽ എന്ത് നല്ലതായിരുന്നു. ശരി, വാ. ഇനി അവൻ തിരിച്ചു വന്ന പ്രശ്നമാവും. ഞാൻ വരുന്നില്ല സാർ. അതെന്താ? ഇനി അവിടെ ഇവിടെയൊക്കെ കിടന്ന് അലയുന്നതിലും ഭേദം ഇവന്റെ എന്ന് 2 അടി കൊള്ളുന്നു. എഴുന്നേക്കടാ, എഴുന്നേക്കേ. എന്തിനാ സാർ? ചോദിക്കാൻ ആളില്ലാത്തവനും ജീവിതം വെറുത്തവനുമാ പകല് പാർക്കിലും രാത്രി ബീച്ചിലുമായിട്ട് ഇങ്ങനെ കഴിയുന്നത്. നീ ഇതിൽ ഏതിൽ പെടും? രണ്ടിലും എന്നെ പെടുത്തും. അകത്താണെങ്കിൽ പുറത്തു പോകാൻ വാച്ച്മാൻ പറയും, പുറത്താണെങ്കിൽ അകത്ത് വിടാന്ന് പോലീസും പറയും. എന്താണ് നിന്റെ പോക്കറ്റിനുള്ളില്? ഒന്നുമില്ല. പിന്നെന്തിനാ കൈയോടെ വെച്ചിരിക്കുന്നത്? എടുക്കടാ, വാ. ഇതാ എന്റെ കൊട്ടാരം. നന്നായിരിക്കുന്നു. നീ ഇവിടെ കൂടിക്കോ. എന്താ, വാടകയൊന്നുമില്ലല്ലോ അല്ലേ? വാടക ചോദിച്ചോടനെ നീ തരുവോ? നിങ്ങൾ ചോദിക്കില്ല, നിങ്ങളുടെ മുഖം കണ്ടാ അറിയാം. അതെങ്ങനെയാടാ പുതുതായിട്ട് വന്ന് നിനക്ക് മനസ്സിലായത്? എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു മരം കൊണ്ട? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ എന്തിനാ ഇങ്ങനെ അനുസരണ ഇല്ലാത്ത കാക്കി വിളിക്കുന്നത്? അയ്യേ, ഇത് തെറ്റല്ലേ? തെറ്റ് തന്നെ. പക്ഷേ വിശപ്പിന് തെറ്റും ശരിയുണ്ട്.
കാക്ക ചോറല്ലേ എടുക്കുള്ളൂ, എലി എടുക്കോ? എടോ, താൻ പുറത്തു വന്നേ. എന്താ വേണ്ടേ? താൻ ഇങ്ങോട്ട് വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എന്താ എന്താ? പെണ്ണിനെ കയ്യെ പിടിച്ച് വലിച്ചെന്നുള്ള ചീത്തപ്പേര് വേണ്ട, മര്യാദയ്ക്ക് പുറത്തേക്ക് വാടോ. വരാനല്ലേ പറഞ്ഞത്? എന്താ മോളെ, എന്താ 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 വേണ്ടേ? താൻ എന്തേ കാണിക്കുന്നേ? ചോറ്. ഞാനത് കാക്കയ്ക്ക് വെച്ചത് തനിക്ക് വെച്ചതോ? അയ്യോ, നിങ്ങളുടെ ചോറാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കാക്ക വെറും ഒരു പക്ഷിയല്ലേ, അതിനോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒരു മനുഷ്യനോട് കാണിച്ചൂടെ? അത് മാത്രമല്ല, നിങ്ങൾ എന്ന് കൂവി കൂവി ഈ കുയിലിന്റെ ശബ്ദം നശിക്കരുതെന്ന് കൂടി കരുതിട്ടാ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അതിന്റെ പേരിൽ താൻ എനിക്കൊരു ചെലവോട് ചെയ്യേണ്ടതാ. ഓഹോ, അപ്പൊ ഇത് തികയില്ലെന്നാണോ പറയണേ? അയ്യോ, വിശക്കുന്നേന്ന് പറഞ്ഞ ഞാൻ എടുത്തോണ്ട് തരില്ലായിരുന്നോ? വയറ് വശന്നപ്പോ ഞാൻ അതൊന്നും ഓർത്തില്ല. ആവശ്യമില്ലാത്ത കാര്യമല്ലേ വയറ് വയസ്സം ഇങ്ങനെയാണോ ഇത് കാണിക്കുന്നത്? ആരാച്ചാ? പറഞ്ഞ ഉടനെ മനസ്സിലാവും ഇവൻ വല്ല രാഷ്ട്രീയ നേതാവാണോ? അങ്ങനൊന്നുമില്ല. ഒരു പിടി ചോറ്, ഒരു തവി കറി, കടിക്കാൻ ഒരു പപ്പടം, തൊടാൻ ഇത്തിരി അച്ചാറും. അതല്ല കാശുണ്ടേ മീൻ, ഇല്ലേ മുളകിടിച്ചത്. ഇങ്ങനെ സാധാരണ ജീവിതം നയിക്കുന്ന തൽക്കാലം കെയർ ഓഫ് അയ്യർ. എടാ, കാക്കയ്ക്ക് വെച്ച ചോര നീ കാക്കയെ പോലെ ഇവിടെ നിന്നാതെ മനുഷ്യനെ പോലെ അകത്തിരുന്ന് കഴിക്കുക. ഒരു കാര്യം പറയാൻ വിട്ടു. ഇന്നലെ നിങ്ങളുടെ ഡാൻസ് ഞാൻ കണ്ടു. സൂപ്പർ. എന്താ സൂപ്പർ? എന്റെ ഡാൻസ് ഉണ്ടെന്നോ? അപ്പൊ ഞാൻ അറിയാതെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ കണ്ട് എനിക്ക് രസിച്ചു, ഞാൻ വർണ്ണിച്ചു, പിന്നെ വിളിച്ചു. വിളിച്ചെന്നോ? ആ, ഇയാടെ പേര് സരസു എന്നാണ് അയ്യർ പറഞ്ഞു. അപ്പൊ സരസു എന്ന് വിളിക്കണം തോന്നി വിളിച്ചു. നന്നായിരുന്നു, വളരെ. എടോ, കൊടല് കത്തിയെരിയുമ്പോഴും തനിക്ക് സാമർത്ഥ്യാണോ? അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. നീ അത് വേറെ ചാനൽ. ദൈവം തമ്പുരാൻ തന്ന വരപ്രസാദം. അവൻ വലിയൊരു കാര്യം പറയുന്നു. എന്താടാ നിനക്ക് നാണമില്ല? ഇല്ലില്ല. ഇവനെ എന്ത് ചെയ്യാനാ മോളെ? നീ കുറെ നേരം കൂടെ ഇങ്ങനെ നിന്നാ കാക്കയ്ക്ക് ചോറ് സാമ്പാറും മാത്രമേ ഉള്ളോ, തൈരിന്റെ രസമൊന്നും ഇല്ലെന്ന് ചോദിക്കും. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഓ, ചിരിച്ചത് മതി, പോന്നേ. വിശപ്പുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ വാരി വലിച്ച് കഴിക്കാതടാ. ചെരുപ്പോണ്ട് ഞാൻ അടിക്കും. അവനും ഉണ്ട് അവന്റെ ഒരു കടയും. ടൈലറെ, ഇത് ശരിയല്ല കേട്ടോ. താൻ കാരണം എന്റെ കടയിൽ നിന്ന് ഒറ്റ പെണ്ണുങ്ങൾ പോലും ചെരുപ്പ് വാങ്ങുന്നില്ല. എടോ, തന്റെ കടയിൽ മോഷ്ടിക്കുകയാണെന്ന് വിചാരിച്ചാ ഒന്ന് തട്ടിയത്. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചാൽ ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നടാ ഇവർക്ക്? ഈ ഗൗൺ എങ്ങനെയാണ് നോക്കി? ആഹാ, ഇത് അടിപൊളിയായിരിക്കുന്നല്ലോ. സത്യത്തില് എന്നെ കൊണ്ട് പോലും ഇങ്ങനെ തയ്ക്കാൻ പറ്റില്ല. അല്ല, ഈ സാധനം നീ എവിടെന്നാ എടുത്തേ? കോയമ്പത്തൂരിന്നാണ് സർ. കോയമ്പത്തൂരിന്നാവും. ഓ, ഗോപാലകൃഷ്ണന്റെ കടയിൽ നിന്നും? ഇല്ല സർ. മമ്മി ഡാഡി? അല്ല സർ. പിന്നെ താൻ ഇത് എവിടെന്നാടോ എടുത്ത്? ഇതിന് സത്യം പറയണോ അതോ കള്ളം പറയണോ? കള്ളം പറയുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സത്യം പറഞ്ഞു. ജയിലിലായിരുന്നു സർ. ജയിലിലോ? അവിടെ എന്തിനാ പോയി? വെറുതെ ഒരു 6 മാസകത്തായിരുന്നു. എന്നാ സ്ഥലം കാര്യം ആദ്യം ഇവിടെ നിന്ന് പോയി തരാനാ പറഞ്ഞേ. അപ്പൊ ഇതിന്റെ കൂലി തരില്ല? കൂലിയാ? നിന്നോട് ഞാൻ തൊഴുതു പറയാ, ഒന്ന് പോയി തരാമോ? വലിയ ഉപകാരം സർ. കള്ളം പറഞ്ഞ കള്ളം പിടിക്കില്ലെന്ന്. അതെ. സത്യം പറഞ്ഞ ആളെയും പിടിക്കില്ല. അതേടാ, മര്യാദ കയ്യെന്ന് വിടറാ. ഒരു കാര്യം നിന്നോട് ഞാൻ ഒരു കാര്യം പറയാണ്. 1, 2, 3 എണ്ണുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകണം. ഇല്ലെങ്കിൽ നിന്നെ ഞാനേ കീറി തയ്ച്ച് കളയും. പോടാ. സാറേ, ഒന്നും ഇങ്ങോട്ട് വന്നേ. വരൂ സാർ. നീ ഇതുവരെ പോയില്ലേ? എന്താ കാര്യം? സാർ, എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല സാർ. എനിക്ക് ആദ്യമായി ജോലി തന്ന നിങ്ങളല്ലേ. എനിക്ക് നിങ്ങളെ മറക്കാനേ പറ്റില്ല. ഞാൻ വളരെ അങ്ങനെ വേണം സാർ. തുറന്നു പറയുന്നവർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ശരി. അപ്പൊ ഞാൻ വരട്ടെ സാർ. ഓക്കെ സാർ. നല്ല നേരം. മോതിരെല്ലാം ഉണ്ട്. ജയിലിൽ നിന്ന് വന്നവരല്ലേ, കെട്ടിപ്പിടിക്കുമ്പോ മോതിരം ഊരിക്കൊണ്ട് പോകുമെന്ന് വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല. മോതിരം ഇതിലല്ലേ ഉണ്ടായിരുന്നു? വലത്തെ കയ്യിലിട്ട മോതിരം ഇടത്തെ കയ്യിൽ എങ്ങനെ വന്നു? എന്താടോ ഈ മരത്തിന്റെ അടിയിൽ വന്നിരിക്കുന്നത്? എന്താ കാര്യം? ഒന്നും മിണ്ടായിരിക്കോ. ഞാനൊരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുക. തന്റെ കല്യാണം കഴിഞ്ഞു? ഇല്ല. പിന്നെ തന്റെ മനസ്സെവിടെയാ? മോളിൽ പോയി. അത്രേ ഉള്ളൂ. ഇവിടെ കൊതുവിനാണ് മരുന്നില്ലാത്തത്. ദുഃഖത്തിന് ഒരുപാട് മരുന്നുകളുണ്ട്. വാ പോകാം. എവിടെ? അതൊക്കെ പറയടോ, താൻ വാ. എന്താടാ, എനിക്ക് ഇവിടെ ഇരുന്നു കൂടെ? ഞാൻ എവിടെ ഇരുന്നാലും നിനക്കെന്താടാ? ഇങ്ങനെ ചോദിക്കുന്നവരെവിടെ ആദ്യം തല്ലാൻ?
അല്ല ഇവിടെ വന്നിട്ട് കുടിച്ചില്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. കുറച്ച് കുടിക്കേ. അയ്യോ എനിക്ക് വേണ്ട, ഞാൻ വെറുതെ ഒരു കമ്പനിക്ക് വന്നതാ. നിങ്ങൾ കുടിക്കേ, ഞാൻ കൂട്ടിരിക്കാം. ആ എന്തിനാ പേടിക്കുന്നത്? ആദ്യം ഒരു കവർ പക്കം ഉണ്ടാവും, ദിവസമാവുമ്പോ പിന്നെ അത് ശീലായിക്കോളും. പിന്നെ പരിസരബോധം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. അല്ല തമിഴ് പടം കാണാറില്ലേ? ബാലചന്ദ്രന്റെ പടത്തിൽ ഒരു സൂപ്പർ സോങ് കേട്ടിട്ട്. നിങ്ങൾ എന്തിനാ വെറുതെ ഭാരതരാജയും ബാലേന്ദ്രനെ കുളിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട, അത് ഞാൻ ചെയ്യാം. ഇത് കുടിക്ക്. കുടിക്കണമല്ലേ? പിന്നല്ലാതെ. ശരി. മൂക്കിൽ പിടി. നോക്കിപ്പിടിയോ? മൂക്കിൽ പിടിക്കാൻ. വാതറൊക്കെ അങ്ങോട്ട് ഒഴിക്കേ. ഒന്നും ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് ഒഴിക്കേ. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ അങ്ങനെ മോനെ കുടിക്ക്, ഒരു കുഴപ്പമില്ല. കുടിച്ചു കഴിഞ്ഞു. ഒഴിച്ചോ? ഒഴിച്ചല്ലോ. ഒഴിക്കടോ? ഒഴിച്ചു കഴിഞ്ഞല്ലോ, പിന്നെന്താ? കുറച്ചുകൂടെ ഒഴിക്കടോ? ഇതൊന്ന് ഇറങ്ങട്ടെ എന്നിട്ടാ. ഒഴിക്കണം നായ. നീ എന്നാ കുടിക്കാൻ തുടങ്ങിയത്? ഒരു 10-20 വർഷമായി. ഞാൻ വാ തുറന്ന് അന്നോട്ട് കുടിക്കാൻ തുടങ്ങിയതാ. വലിയ കുടിയാൻ വന്നിരിക്കുന്നു. ഒന്നും മര്യാദക്ക് സംസാരിച്ചൂടെ? ഇങ്ങനെ മൃഗങ്ങളെ വരട്ടുന്ന പോലെ. ഈ സാധനം അകത്തേക്ക് പോയാ മൃഗം ഒന്ന് തന്നെയാ, മനുഷ്യനും ഒന്ന് തന്നെയാ. ഓഹോ, ഒഴിക്കടാ, നോക്കിയേക്കാതെ. ഇങ്ങനെ മര്യാദക്ക് പറ. ഒഴിക്കടാ. എന്താണ് അയ്യർ എന്റെ ബെഡ് കയറി കിടക്കുന്നത്? വെള്ളം അടിച്ചിട്ട് വരുന്ന ഞാൻ തറയിൽ കിടന്നിട്ട് ഇയാള് ബെഡ് കയറി കിടക്കണം. അത് വേണ്ട, എഴുതട്ടോ. സരസു, പെണ്ണുങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? ആണുങ്ങൾ മാത്രമുള്ള അടുത്ത് പെണ്ണുങ്ങൾക്ക് വരാൻ പാടില്ലെന്നറിയില്ലേ? താൻ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താ പുതിയൊരു ശീലം? ഇതൊന്നും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുഞ്ഞുനാളിലെ ഉള്ള ശീല. കുറച്ചുനാള് നിർത്തി, ഇപ്പതാ പിന്നെയും തുടങ്ങി. ആദ്യം ഇയാളൊന്ന് പുറത്തു പോയി. എന്താണ് പുറത്തു പോകാനോ? അവിടെയും പറ്റില്ല ഇവിടെയും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ കിടക്കും? തന്റെ വീട്ടിൽ പോയി കിടക്കണം. ഇത് നിന്റെ വീടാ. എന്നാ പിന്നെ നിനക്ക് വീടങ്ങ് മാറ്റായിരുന്നില്ലേ? ശരി, കുഴപ്പമില്ല, നീ അവിടെ കിടന്നോ, ഞാൻ ഈ സൈഡിൽ കിടന്നോളാം. എടോ, നല്ലൊരു എണീക്കടോ. പാട്ട് പാടും മോളെ. അയ്യോ, പാട്ട് പാടണം. എന്താ മോളെ, ആദ്യം താൻ എന്താ ഇത്? എഴുന്നേറ്റ് പുറത്ത് വെക്ക്. ഛേ. ശരി, ഞാൻ അവിടെ കിടന്നോളാം. നീ ഇതിങ്ങ് തന്നെ, ഞാനൊന്ന് പൊതച്ച് കിടക്കട്ടെ. അതങ്ങോട്ട് താ, ഞാനൊന്ന് കിടക്കട്ടെ. ആരാ അത്? എന്ത് പറ്റി മോളെ? അത് വീട്ടിനുള്ളിൽ ആരും വന്ന പോലെ തോന്നി. ഞങ്ങള് വന്നപ്പോ ഇയാളുണ്ടായിരുന്നല്ലോ. ഇങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ ഒച്ചയിട്ട് ശേഷം വന്നേ. അത് കഴിഞ്ഞാണോ വന്നത്? അതിനു മുമ്പ് ആരും വന്നില്ലല്ലോ. അത് വേറൊന്നും അല്ല, നീ തനിയെ കിടന്നപ്പോ ആ ഭയം കൊണ്ടുണ്ടായതാ. പേടിച്ചു പോയതാ. നിങ്ങളെല്ലാരും പൊക്കോ. പൊക്കോ. നിന്നോട് പറഞ്ഞല്ല തിണ്ണെ കിടക്കണോന്ന്. പിന്നെ അവിടെ പോയി വെള്ളം എന്താ? വെള്ളം നീ വന്നേ. എത്ര പ്രാവശ്യം പറയണോ വെള്ളം അടിക്കാൻ പോലും? എന്താണ് ഇതെല്ലാം? ഒന്നുമില്ല, ഞാനൊന്നും ചെയ്തില്ല. നിന്റെ മുഖം കണ്ട അറിയാലോ എന്തോ നടന്നെന്ന്. വെള്ളം അടിച്ചാൽ നിനക്ക് ഒരു ലക്കുമില്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ അവക്കൊരു വെളിവുമില്ല. അതിന് ഞാൻ അറിയാം. തെറ്റ് തിരുത്തി കൊടുക്കുവാണേ അവൻ നന്നാവും. അതല്ല സപ്പോർട്ട് ചെയ്യണേ വീണ്ടും തെറ്റ് ചെയ്യും. അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ല. ഇതുവരെ തെറ്റ് ചെയ്തില്ലല്ലോ. ഇല്ല. വാ. ബെഡ്ഷീറ്റ് അത് കണ്ട ബെഡ്ഷീറ്റിന്റെ കുട്ടിക്കോടാ. ഇല്ല. നടക്കടാ. താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, താങ്ക്സ് പറഞ്ഞതാ. മോളെ മോളെ സേതു ബാഗും ഒക്കെ എടുത്തോണ്ട് എങ്ങോട്ട് പോകുന്നു മോളെ? എവിടേക്കാ പോന്നേ? അറിയില്ല. സേതു, സേതു ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? വന്നേ. ഒന്ന് വാ സേതു, വാ. എവിടേക്കാ ഒന്നും പറയാതെ പോകുന്നത്? നിന്നോട് പറയാൻ മാത്രമുള്ള ബന്ധമില്ലല്ലോ. നിന്നോട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യരുതായിരുന്നു. വേണ്ട സരസു, നിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് സങ്കട. നിന്നെ എന്തുണ്ടായിട്ടാ ഇപ്പൊ പോകുന്നത്? രാത്രി കുടിച്ചു ബോധമില്ല നിന്റെ കയ്യെ പിടിച്ച് ബെഡിൽ കിടന്നിട്ട് സേതു ചെയ്തത് തെറ്റ് തന്നെ. എന്റെ അച്ഛന് മനസ്സിലായത് പോലും തനിക്ക് മനസ്സിലായില്ലല്ലോ. താൻ ഇത്ര ബുദ്ധിയില്ലാത്ത ആളായല്ലോ. കുറച്ചും കൂടി ആലോചിക്കാനുള്ള ശേഷിയില്ല. എന്നുവെച്ചാ ഇതുവരെയ്ക്ക് ഒന്നും മനസ്സിലായില്ലേ? ഒരു പെണ്ണിനോട്, അതും സുന്ദരിയായ ഒരു പെണ്ണിനോട് പ്രേമിക്കുന്നതാ ഇപ്പോഴുള്ള ആണുങ്ങളുടെ മിടുക്ക്. തനിക്ക് ആഗ്രഹം തോന്നി എന്ത് ചെയ്യണം? നല്ലവനായിട്ട് വരണം, ഒരു കുടികാരനായിട്ട് വരരുത്. സരസു, അയ്യോ, തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ താൻ. എടോ, ഞാനൊരു അടക്കോതുക്കുള്ള പെണ്ണാവാൻ ആഗ്രഹിക്കുന്നത് താൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ? എനിക്ക് തന്നെ വലിയ ഇഷ്ടാ. താൻ എന്നെ കല്യാണം കഴിക്കണം. സരസു, ഞാനൊരു അനാഥനാ. അതെ, താൻ മാത്രമാണ് ഒരു അനാഥൻ. ഞാൻ വിക്ടോറിയ മഹാറാണി, പേടൻ ഡയാന. താൻ നാടില്ലാത്തൊരു അനാഥനെങ്കിൽ ഞാൻ രാജ്യമില്ലാത്തൊരു അനാഥ. അനാഥയ്ക്ക് അനാഥ തന്നെയല്ലേ കൂട്ട്. എനിക്കാണ് ഒരു ജോലി കൂടിയില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതെ, ഇല്ലാത്തൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടിരുന്നോ. ഇഷ്ടമാണെന്ന് ഒരിക്കലും പറയരുത്, അല്ലാത്തൊക്കെ പറയണം. തനിക്കിപ്പോ ഒരു ജോലിയല്ലേ വേണ്ടത്? നാളെ തന്നെ മുഖ്യമന്ത്രിയാക്കാം, മറ്റേത് തന്നെ പ്രധാനമന്ത്രിയാക്കാം.
അത് കഴിഞ്ഞ് തന്നെ പ്രസിഡന്റ് ആക്കാന്നേ. വേണ്ട സരസു, എന്നെ കളിയാക്കില്ലേ. കളിയല്ലെന്നേ, എനിക്ക് പരിചയമുള്ള ഒരു നാടക കമ്പനി ഉണ്ട്. ഞാനതിന് തനിക്കൊരു ജോലി വാങ്ങിച്ചരാന്നേ. അത് മതിയോ? ഇപ്പോഴെങ്കിലും പറയാന്നേ. എന്തു പറയണം? ഐ ലവ് യു. ഐ ലവ് യു. ഇങ്ങനെയല്ല, ഒരു സ്നേഹമായിട്ട് പറ. അങ്ങനെയാണോ? ആ, ഐ ലവ് യു. എന്റെ ഈശ്വര, ഞാൻ ആദ്യമായിട്ട് ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വന്നു. നീ തന്നെ എന്നെ കാത്തിരീക്ഷിക്കണം. ഒരു കെട്ട് ദിനേശ് വീഡിയോ ആണല്ലോ. ദിനേശ് വീഡിയോ? അയ്യരെ, നിങ്ങളൊരു വേദം ഓതുന്ന മനുഷ്യനല്ലേ? നിങ്ങൾ ഈ ബീഡിയൊക്കെ വലിച്ചു തള്ളുന്നത് നിങ്ങൾക്ക് നല്ലതാണോ? അയ്യോ, ഞാൻ അയ്യരല്ല, നാടകത്തിന് വേണ്ടിട്ടാ ഈ താടിയൊക്കെ വെച്ചിരിക്കുന്നത്. ആളെ കിട്ടാത്ത കൊണ്ടാ നാടകത്തിൽ അഭിനയിക്കുന്ന നിങ്ങളെ പിടിച്ചുകൊണ്ട് വന്നത്. എന്തെങ്കിലും അബദ്ധമൊക്കെ പറഞ്ഞ് വൃത്തികേടാക്കരുത് കേട്ടോ. ഞാൻ പറയുന്ന മന്ത്രം കേട്ടില്ല. എല്ലാവർക്കും എന്റെ നമസ്കാരം. എനിക്കിന്ന് വല്ലാത്ത സന്തോഷമാ. എന്റെ ഈ പരിപാടി നടക്കുന്നോണ്ടല്ല, നിങ്ങളുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ സന്തോഷമായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാ. ഈ ആർഭാടങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. എന്നാലും നമ്മുടെ കക്ഷിയുടെ സാരഥി യുവരക്തം ചെറുകുന്ന എന്റെ പേരിന് മാത്രമല്ല കൈയടിക്കാൻ പറഞ്ഞു. അല്ലാതെ ഞാന് ഇദ്ദേഹത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാനിത് സമ്മതിച്ചത്. എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനം, എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. കൈ തട്ടാൻ പറയടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്റെ കണ്ണിലുണ്ണികളായ തീപ്പൊരികളെ, തീപ്പന്തങ്ങളെ, താമരമൊട്ടുകളെ, നിങ്ങളുടെ സന്തോഷവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ സ്വീകരണവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ വരവേൽപ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയോ? ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ നേതാവിന്റെ വിവാഹ വാർഷികമാണ്. എന്നെ നേതാവിന്റെ വളർത്തുമകനായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയിൽ നേതാവിന്റെ സ്ഥാനം കിട്ടാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ ഈ ഏർപ്പാടുകൾ ചെയ്തത്. എനിക്ക് ഭരണമല്ല മുഖ്യം, എനിക്ക് എന്റെ പാർട്ടിയാണ് വലുത്. പദവിക്ക് വേണ്ടിയാണ് സൈക്കോ പാർട്ടി രൂപീകരിച്ചതെന്ന് കുറ്റം പറയുന്നവരുടെ വായടയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നത്. ഈ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതാവസാനം വരെ ഞാൻ ഈ കാലടിയിൽ കിടക്കുന്നതല്ലാതെ ഒരിക്കലും ഞാൻ ഈ പാർട്ടി തകരാൻ ഞാൻ എന്റെ നേതാവ് ഉയരങ്ങളിലേക്ക് എത്തും തോറും ഈ അടിമയായ ഞാൻ അത് കണ്ട് ആനന്ദിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ സൈക്കോയുടെ ലക്ഷ്യവും അതാണ്. ചേട്ടൻ സൈക്കോ, ചേട്ടൻ സൈക്കോ. ഈ തീർത്ഥം നീ കൊണ്ടുപോയി ഒഴിക്കുക. അയ്യരെ നോക്കിപ്പോകൂ. അയ്യർക്ക് വേറെ തീർത്ഥം കൊടുക്കൂ. പോയിട്ട് വരൂ. അയ്യോ, ഓടിക്കോ, 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 അയ്യോ, ഓടിക്കോ, ഓടിക്കോ. എല്ലാരും ഓടിക്കോളൂ. അയ്യോ, 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 തീ പടരുന്നേ. അയ്യോ,
ഒരു പ്രധാന വാർത്ത. മുഖ്യമന്ത്രിയുടെ വിവാഹ ചടങ്ങിൽ അയ്യരുടെ വേഷം ധരിച്ച ഒരാൾ മുഖ്യമന്ത്രിയെ പെട്രോൾ ഒഴിച്ച് തീ വെച്ചു കൊന്നു. രക്ഷപ്പെട്ട കുറ്റവാളിയെ പോലീസ് തിരയുകയാണ്. സരസു സരസു എന്താ എന്താ ഈ സമയത്ത്? എല്ലാം നമുക്കുള്ള. അയ്യോ, ഇത് എത്ര പണ! ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കുഴിച്ചിടാം. അയ്യോ, ജീവനുണ്ട്. അയ്യോ, അച്ഛനല്ല, ഈ പണം മുഴുവൻ. നേതാവ് നമ്മളെ എല്ലാം വിട്ടിട്ട് പോയല്ലോ. ചേട്ടാ കരയില്ലേ ചേട്ടാ, ഞാൻ പറയുന്നത് എനിക്ക് ഒന്ന് സഹിക്കാൻ ഇരിക്കുകയല്ല, ഒന്ന് പറ്റുന്നില്ല. ഇരിക്കുകയല്ല. ഇവിടെ ഇരിക്കും ചേട്ടാ. ആ. ഈ അനുശോചന യോഗം പാർട്ടിയുടെ സീനിയർ നേതാവ് ശ്രീ വെളുത്തുള്ളി നാരായണന്റെ അധ്യക്ഷതയിൽ നടത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. മൺമറഞ്ഞ നമ്മുടെ നേതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനമാണ് അദ്ദേഹത്തിന് നാം ചെയ്യുന്ന ഏറ്റവും നല്ല അനുശോചനം. ഇപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നമ്മുടെ പാർട്ടിയുടെ നേതാവിനെ, അതായത് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാനാണ് നാം എല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ പല വിധത്തിലും ആലോചിച്ചതിന് ശേഷം ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യതയുള്ളത് നമ്മുടെ ഗോവിന്ദൻകുട്ടിയാണെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇയാൾക്കാ എല്ലാ യോഗ്യതയുള്ളെന്ന് അയാൾ മരിച്ചപ്പോ ഇയാളോട് പറഞ്ഞിട്ടാ മരിച്ചത്. എടാ അലിയാരുകുട്ടി, നീ ആരോടായി സംസാരിക്കുന്നേ? നേതാവിന് ബഹുമാന്യനായ ഒരു വ്യക്തിയോടാണ് നീ കൈചൂണ്ടി നോക്കി. എല്ലാവരും ഇരിക്കവിടെ. ഇവനാണ് അങ്ങേരപ്പ മരിക്കും ചെയറപ്പ കാര്യാകൂന്ന് പറഞ്ഞു ഊഴം കാത്തിരുന്നവൻ. ഇവനെ നിങ്ങൾ കീജായി വിളിക്കുന്നല്ലേ? എടോ, താൻ തന്റെ വീട്ടിലിരുന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ വന്ന് തീരുമാനിക്കുന്ന പോലെ അഭിനയിക്കുക. എത്ര വാങ്ങിച്ചു? അലിയാരുകുട്ടി, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ എന്താ? ഞാൻ പറയണോ? എടാ ചെറുകുന്നേ, 3 വർഷത്തിന് മുമ്പ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് സൈക്കിൾ കട നടത്തിയവനല്ലേ നീ? 2 വർഷത്തിന് മുമ്പ് കോട്ടയത്ത് നടന്ന മീറ്റിംഗിൽ ചെറുകുന്നു മാല അണിയിക്കുന്നു പറഞ്ഞ് അകത്ത് കയറിയില്ലേ നീ? 1 വർഷത്തിന് മുമ്പ് സൈക്കോ വരുന്നു, സൈക്കോ പോകുന്നു, സൈക്കോ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ് കാണിച്ചില്ലേ? ഇപ്പൊ നീ മുഖ്യമന്ത്രിയാകാൻ നോക്കുക. അത് എന്റെ കഴിവാണ്. എന്ത് കഴിവാടാ? ബ്രോക്കർ പണിയല്ലേ? അലിയാരുകുട്ടി, പൊതുസ്ഥലത്ത് ഇങ്ങനെ സംസാരിക്കരുത്. നിങ്ങക്ക് വിവരമുണ്ടോ? എടോ, എല്ലാം പറയണോടോ? പാർട്ടി പ്രശ്നം എന്ന് പറഞ്ഞ എല്ലാം പറയണം. വൃത്തികേട് ചെയ്യാം, എനിക്ക് പറയാൻ പാടില്ലേ? ഇവൻ പെണ്ണുങ്ങളെ വെച്ച് നാണം കെട്ട പണി നടത്തി കുറുക്ക് വഴിയിലൂടെ പാർട്ടിയിൽ വലിയ ആളായി. ഇപ്പൊ ഇവനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് നമ്മളെല്ലാം പുറത്തു നിന്ന് തമാശ കാണണോന്നാ? അരിയാരുകുട്ടി, നിർത്തുന്നുണ്ടോ? നമ്മളെ വഴക്കുണ്ടാക്കിയ നമ്മുടെ ഭരണത്തെ പോയാലും വേണ്ടില്ല. ഞാൻ മുഖ്യമന്ത്രി ആയില്ലെന്ന് കുഴപ്പമില്ല, പക്ഷെ ഇവൻ മുഖ്യമന്ത്രി ആകരുത്. അല്ലെങ്കിൽ ഗവർണർ ഭരണം മതി. എന്താടാ? ഒരുപാട് നേരമായിട്ട് ഞാൻ മാന്ത്, ഇതുവരെ ചൊറിച്ചിൽ മാറിയില്ല. നിന്റെ തൊട ചൊറിഞ്ഞാൽ ചൊറിച്ചിൽ മാറും, എന്റെ തൊട ചൊറിഞ്ഞാൽ എങ്ങനാ? ഒരു ചായ എടുക്ക്, കാശുണ്ടല്ലോ. ഇല്ലല്ലോ, ഓടിപ്പോയി 2 കെട്ടെടുത്തിട്ട് ആ ഇരിക്കണ അവിടെ. അവൻ കെട്ടെടുക്കാൻ പോന്നു. ഇനി നാട്ടുകാരെ കൂടെ അറിയിക്കണോടാ. കാശില്ലേ, ഒരു ചായ പറഞ്ഞ പോരായിരുന്നു. അതെങ്ങനെയാടാ ശരിയാകുന്നേ? നിന്നെ നോക്കിയിരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ ചായ കുടിക്കുന്നേ? അയ്യരേ, ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മാത്രം. നിനക്ക് മാത്രോ? എനിക്കൊരു ചായ വേണം. നിനക്കും വേണോ? അപ്പൊ കാശ്? അല്പൻ ഐശ്വര്യം വന്ന അർദ്ധരാത്രിക്കും കൊട പിടിക്കുന്നു പറഞ്ഞ പോലെ ഒരു ചായ കുടിക്കാൻ വേണ്ടി 10,000-ന്റെ കെട്ടുമായിട്ട് നീ അല്ല ആരെങ്കിലും പരിപാടി? ഈ വിവരം മാധ്യമ പ്രവർത്തകരോട് ഗവർണർ നേരിട്ട് പറയുകയായിരുന്നു. ജനങ്ങൾ അക്രമസക്തരാകരുതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് കരുതി കൂട്ടിയ കൊലപാതകമാണെന്ന് ശ്രീ ഗോവിന്ദൻകുട്ടി പറയുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തുണ്ടായ ഉരുളുപൊട്ടലിൽ 3 പേരെ കാണാൻ. ചായ ചോദിച്ചിട്ട് കുടിക്കാതെ പോകുന്നല്ലോ. ഒരാഴ്ചയായിട്ട് ഈ 3 പേരും എന്തോ ചുറ്റിക്കളി ഉണ്ട്. എന്ത് രഹസ്യമാണോ? എന്തെങ്കിലും പുറത്തു വരും.
അയ്യേ എന്തായിരുന്നു ചിരിക്കേ, നല്ലപോലെ ചിരിക്കേ. എന്നെ നാണം കെടുത്തുന്ന രീതിയിൽ ചിരിക്കേ. ഇങ്ങനെ തന്നെ ഗലീലിയോ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. എന്താ ചെയ്തേ? ചിരിച്ചു. എന്നിട്ട് കല്ലെറിഞ്ഞു കൊന്നു. നിന്നെ തന്നെ നീ മനസ്സിലാക്കാൻ സോക്രട്ടീസ് പറഞ്ഞു. അദ്ദേഹത്തെ എന്താ ചെയ്തേ? വിഷം കൊടുത്തു കൊന്നു. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെ എന്നെ അങ്ങ് കൊല്ല്. അതല്ല ഈരെ, നമ്മള് കക്ഷി ഉണ്ടാക്കി ജനങ്ങളെ വോട്ട് ചെയ്ത് നമ്മള് സർക്കാർ ഉണ്ടാക്കാൻ നമുക്ക് ആരാ വോട്ട് ചെയ്യാൻ പോകുന്നത്? മുറ്റത്ത് ചോറ് വെതറിയ 1000 കാക്ക വരും. നമ്മൾ ഭരണത്തിൽ കയറാനാണോ പാർട്ടി ഉണ്ടാക്കുന്നത്? എല്ലാവരും ഭരണത്തിൽ കയറി വാരിക്കൂട്ടുന്നു. നമുക്ക് വാരിക്കൂട്ടിയ പണം അനുഭവിക്കണം. നമ്മുടെ കള്ളപ്പണം വെള്ളപ്പണം ആകണമെങ്കിലേ ഇതാ പറ്റിയ മാർഗം. രാഷ്ട്രീയം സർവ്വരോഗ നിവാരിണി. പാർട്ടിയിലേക്ക് സംഭാവന നൽകിയതാണെന്ന് പറഞ്ഞ് ഗോപാലൻ തന്നു, കൃഷ്ണൻ തന്നു, ഭാസ്കരൻ തന്നു എന്നും പറഞ്ഞ് 1 ലക്ഷം രൂപ കൊണ്ടുവന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഗോപാലനും കൃഷ്ണനും ഭാസ്കരനൊക്കെ 1 ലക്ഷം രൂപ കൊണ്ട് തരാൻ പോവല്ലേ? അവരെന്തിനു തരണം? പിന്നെ അതായത് അവര് തന്നതാണെന്നും പറഞ്ഞ് നമ്മുടെ പണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കള്ളപ്പണം വെള്ളപ്പണമാക്കുന്നു. എന്നിട്ട് പാർട്ടി സമ്മേളനം നടത്തണം. 100 രൂപയുടെ കൂപ്പൺ അടുപ്പിച്ച് 1,00,000 പേരെ കൊണ്ട് ചേർക്കാം. 1,00,000 പേരോ? വേണ്ട, നമ്മൾ 3 പേര് മതിയെന്നേ. 1,00,000 പേരെ ചേർത്ത് കോടികൾ പിരിഞ്ഞ് എന്നെ കണക്ക് കാണിക്കും. ഇതിനൊക്കെ ആരും കണക്ക് ചോദിക്കില്ലേ? കണക്കൊന്നും ചോദിക്കില്ല. ഇതിനകത്തുള്ളവന്മാരെല്ലാം കള്ളന്മാരാ. നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചാ നമുക്ക് തിരിച്ചു ചോദിക്കാൻ പാടില്ലേ? എന്തു പറയുന്നു? എടാ എന്തോ പറയുന്നത്? അയ്യര് പറയുന്ന കാര്യം നടക്കുമെന്നാണ് തോന്നുന്നത്. ആ പക്ഷേ നടക്കൊന്നൊരു പേടിയുണ്ട്. ആദ്യം എന്തോ പറഞ്ഞേ? നടക്കത്തില്ലെന്ന്. ഇപ്പൊ എന്തോ പറഞ്ഞേ? നടക്കുമെന്ന് തോന്നുന്നെന്ന്. നാളെ നീ നടക്കുമെന്ന് പറയും. ഇത് നടന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ആഹാ. അതെ, ഇത്ര വലിയ വീട് വാങ്ങിച്ചില്ലേ? എന്റെ ഉദ്ദേശം നമ്മുടെ നാട്ടിൽ വിചാരിക്കുമ്പോൾ തുടങ്ങാൻ പറ്റിയ തൊഴിൽ പാർട്ടിയും കോൺവെന്റ് സ്കൂളുവാ. കോൺവെന്റ് സ്കൂൾ തുടങ്ങണമെങ്കിൽ കുറച്ച് വിവരമൊക്കെ വേണ്ടേ? പാർട്ടി ഉണ്ടാക്കാൻ അത് വേണമെന്നൊന്നുമില്ല, പൈസ മതി. അതിന് നമ്മുടെ പണം തന്നെ വേണമെന്നില്ല. സേതു, പാർട്ടിയുടെ നേതാവാണെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഒക്കെ വേണം. കാണാൻ കൊള്ളാവുന്നവനാ നല്ലവനെന്ന് വിചാരിക്കുന്ന നാടായത്. അതുകൊണ്ട് നീ ഇന്നു മുതൽ വെള്ള ഷർട്ടും വെള്ള മുണ്ടും ആക്കണം. നീ കേക്കുമോളെ, നീ ഇന്നു മുതൽ പാർട്ടിയുടെ കരയുള്ള സാരിയെ കൊടുക്കാവൂ. എന്താ? നീ ഇന്നു മുതൽ നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് വിഭാഗ സെക്രട്ടറിയാ. വയസ്സ് ഞാൻ എങ്ങനെയല്ലോ എന്റെ കാലം വയസ്സായില്ലേ? അപ്പൊ മുന്നണി കൺവീനർ ആക്കാം. വേണമെങ്കിൽ കൂട്ടാ, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടു. ശരി, കക്ഷി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ കക്ഷിക്ക് ഒരു പേര് വേണ്ടേ? കുഞ്ഞു ജനിച്ചാ പിന്നെ പേരിടാതെ പാർട്ടിക്ക് എന്റെ കുലദൈവത്തിന്റെ പേര് വെച്ചാലോ? നിന്റെ കുലദൈവത്തിന്റെ പേരെന്താ? ഭദ്രകാളി അമ്മൻ. ഹോട്ടലിന്റെ പേരാണെന്ന് വിചാരിക്കും. എന്നാ പിന്നെ എന്റെ അമ്മയുടെ പേര് വെച്ചാലോ? അത് നമ്മള് ഭരണത്തിൽ വന്ന ശേഷം വല്ല പഞ്ചായത്ത് റോഡിനോ ഇടവഴിക്കോ വെക്കാവല്ലോ. അതിനൊക്കെ എന്റെ പേര് വേണം വെക്കാൻ. വെക്കാം. അതായത് നമ്മൾ ജനങ്ങളെ വിശ്വസിച്ചാണല്ലോ പാർട്ടി ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പൊ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേര് വേണം. ശരി. രണ്ടാമത്, മുന്നേറ്റമില്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഒന്നും നേടാൻ ഒക്കില്ല. അതുകൊണ്ട് ജനമുന്നണി. പേര് ചെറുതായി പോയി. ജനങ്ങളുടെ മുന്നേറ്റത്തിനാണല്ലോ നമ്മൾ കക്ഷി ആരംഭിക്കുന്നത്. അപ്പോ മുന്നേറ്റ ജനമുന്നണി, ജനകീയ മുന്നേറ്റ കക്ഷി, ജനമുന്നേറ്റ കക്ഷി. ജനമുന്നേറ്റ കക്ഷി ജയിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന ജനലക്ഷങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. നമ്മുടെ നാട്ടിൽ നിറയെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി എന്തിനാ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത്? നിങ്ങൾ കാരണം നിങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് നല്ല രാഷ്ട്രീയ പാർട്ടികൾക്കല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ. മൈക്ക് സെറ്റുകാരൻ ചുക്കാപ്പി വെക്കുന്നവന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ ലക്ഷക്കണക്കിന് ആൾക്കാരെന്ന് പറഞ്ഞേ? സ്റ്റേജിൽ കയറിയാ ഇങ്ങനെ വേണം സംസാരിക്കാൻ. കേൾക്കാൻ ആളുണ്ടെങ്കിൽ ഞാനിങ്ങനെ സംസാരിക്കുവോ? ഞാൻ സംസാരിച്ചത് സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയാ. അല്ലെങ്കിലേ പുതിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പോയി ചേരും അവര്. അറിയോ? നിർത്താനോ? അതിന് തുടങ്ങിയില്ലല്ലോ. എന്താ ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നോ? അതിനല്ലേ 10 ലക്ഷം മുടക്കി. എടാ, പാർട്ടി ആരംഭിക്കുമ്പോഴേ കണക്ക് നോക്കുന്നതിനൊന്നും നിലനിൽക്കില്ല. ആദ്യമൊക്കെ ഇങ്ങനെയാ. ഇപ്പൊ നമ്മൾ ബീച്ച് തുടങ്ങി വെച്ചു, തൊട്ടപ്പുറത്തല്ലേ സെക്രട്ടേറിയറ്റ്. അങ്ങോട്ട് കേറിയ പോലെ പെട്ടെന്ന് ചെന്നോ. അങ്ങോട്ട് ചെന്നാലേ സെക്രട്ടേറിയറ്റ് വരും, ഇങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ സെൻട്രൽ ജയിലോ വരുന്നേ. സൂക്ഷിച്ചോ. അതിനെന്താ? അത് നമുക്ക് പുത്തരിയാണോ? നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ? അല്ല, അടുത്ത മീറ്റിംഗ് നമുക്ക് അവിടെ വെക്കാം. കാശ് തീരുന്നല്ലാതെ ഒരുത്തനും നമ്മുടെ കക്ഷിയിൽ ചേരുന്നില്ലല്ലോ. കടപ്പുറത്ത് മീറ്റിംഗ് വെച്ചു, അലയടിച്ച് ജനക്കൂട്ടം വരുമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് കടലിൽ പോലും ഒരു അല വന്നില്ല.
എന്തുവാടാ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? വിതയ്ക്കുന്നതിന് മുമ്പ് കൊയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനാ? അതിനുള്ള സമയം കൊടുക്കണ്ടെന്നാ? അതൊക്കെ ആലോചിക്കണം. നിന്റെ ഈ പണം കൊണ്ട് എനിക്ക് ബുദ്ധിയുണ്ട്. ഉണ്ടടാ. പൊതുജനങ്ങൾ പാർട്ടിയിലേക്ക് വരുന്നതിന് എന്തോ ഒരു കുറവുണ്ട്. ഒരു കുറവില്ല. ആ. ഏതോ ഒരു ആവശ്യം. അതെന്താ? അതിലേ എന്റെ ഒരു അഭിനയം കൂടി ആവശ്യമുണ്ട്. കണ്ടോ എന്തൊരു തിരക്ക്, ഉത്സവ പറമ്പ് പോലെ ഇരിക്കുന്നു. അല്ല, തിരക്കുണ്ടായ മതിയോ? ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ? ഈ ജനങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളും പ്രതിപക്ഷവും എല്ലാം മാറി മാറി ഭരിച്ച് ജനങ്ങളൊക്കെ ആകെ പൊറുതിമുട്ടിയ ലക്ഷണമാണേ. പുതിയ പാർട്ടിക്കാർക്കൊന്ന് വോട്ട് ചെയ്തു പരീക്ഷിച്ചാ നമ്മുടെ കാര്യം അതോ ഗതി. ഭൂതം ഭരിച്ചതും കണ്ടു, പ്രേതം ഭരിക്കുന്നതും കണ്ടു. പുതിയതായിട്ട് ഭരിക്കാൻ പോകുന്ന പിശാചിന് ഇനി ആരാ വോട്ട് ചെയ്യാൻ പോകുന്ന ആർക്കറിയാം? തന്നോട് ഞാൻ ചോദിച്ചോ? അങ്ങൊന്ന് പറഞ്ഞതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഉദാഹരണം പറയാതെ കാര്യമായിട്ട് എന്തെങ്കിലും പറയടൂ. ജീവിതത്തിൽ ആദ്യമായ ഈ അവസരം എനിക്ക് കിട്ടിയത്. ഈ സന്ദർഭം ഞാൻ കളഞ്ഞു കുളിച്ചാ ഇനി ഒരിക്കലും ഈ സന്ദർഭം തിരിച്ചു വരില്ല. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്നൊരു ചൊല്ലുണ്ട്. കണ്ടവനൊക്കെ മുഖ്യമന്ത്രിയാകാനാണോ ഞാൻ ഇത്രയും പാടുപെട്ടത്? എനിക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഞാൻ എന്റെ പാർട്ടിയുടെ നേതാവിനെ വരെ ശരിയാക്കിയവനാ. പിന്നാണോടാ ഇവൻ? ഛേ, നിനക്കൊന്നും നാണമില്ലേ? ഏതവനോ ഒരുത്തൻ ജയിക്കാൻ പോകുന്നു പറഞ്ഞ് ഫോട്ടോയും പേപ്പറുമായിട്ട് വന്നേക്കുന്നു. എന്നാ കേട്ടോ, ജീവൻ പോയാലും ശരി, എനിക്ക് മുഖ്യമന്ത്രിയായേ തീരൂ. നേതാവേ, അതിന് നിങ്ങളുടെ ജീവൻ വെച്ച് കളിക്കണോ? എന്റെ ജീവനല്ല. മണ്ഡലം പ്രസിഡന്റാ. മാഡത്തിന്റെ ഡാൻസിന് ശേഷം മറ്റുള്ള പാർട്ടിക്കാരെല്ലാം വിറച്ചിരിക്കുക. ജനങ്ങളെല്ലാം നമ്മുടെ പാർട്ടിയെ കുറിച്ചാ സംസാരിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ പാർട്ടി ജയിക്കും സഖാവേ. നേതാവ് സേതു വിജയിക്കട്ടെ, നേതാവ് സേതു വിജയിക്കട്ടെ. സരസു, ജനങ്ങളെ ആകർഷിക്കാൻ ഡാൻസ് മാത്രം പോരാ, സിമ്പതിയും വേണം. സിമ്പതി എന്ന് വെച്ചാ? സഹതാപം. സഹതാപവും സർക്കാരും തമ്മിലൊക്കെ എന്ത് ബന്ധം? ചരിത്രം അറിയാതെ സംസാരിക്കാതെ സേതു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചത്തവന്റെ ഫോട്ടോ കാണിച്ചാ വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ രാജേന്ദ്രൻ പറഞ്ഞ ഒരാൾ മരിച്ചുപോയി. അവന്റെ ഭാര്യ ആടിനെ മേയിച്ച് നടക്കുമായിരുന്നു. അവളെ പിടിച്ച് ഇലക്ഷൻ നിർത്തി. അവൾ ആരാണ് എന്താണെന്ന് ആരെങ്കിലും തിരക്കോ? മരിച്ചുപോയ രാജേന്ദ്രൻ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ അവർ വോട്ട് പിടിച്ചത്. അങ്ങനെ സ്ത്രീകളുടെ സഹതാപം പിടിച്ചു പറ്റി. അതിന് നമ്മുടെ കക്ഷിയിൽ ആരും ചത്തില്ലല്ലോ. അപ്പൊ കൊല്ലണം. ആരെ? നീയല്ലേ നേതാവ്, നീ തുടങ്ങി വെക്കണം. നീ തന്നെ ചാകണം. ചാകാൻ പറഞ്ഞാൽ ചാകണമെന്നല്ല, വെറുതെ സെറ്റപ്പ്. എങ്ങനെ? ഒരാള് വെടിവെക്കുന്ന പോലെ കാണിക്കും, നീ രക്ഷപ്പെടുന്ന പോലെ അഭിനയിക്കണം. ജനങ്ങൾ അങ്ങനെ വിശ്വാസം ഉണ്ടാക്കണം. മനസ്സിലായില്ലല്ലോ. അയ്യർ ഒന്നോട് പറഞ്ഞേ. നമ്മൾ ആള് തന്നെ അയ്യോ, അതൊന്നും വെടിവെക്കും. വേണ്ട അച്ഛാ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ? ഞാൻ പറയുന്ന മനസ്സിലാക്ക്. അതൊരു പൊട്ടത്തോക്ക, അതിൽ ശബ്ദമേ വരൂ, രക്തം വരുത്തില്ല. എന്നാ എതിർ കക്ഷിക്കാരാ ചെയ്തതെന്ന് പേപ്പറിൽ ന്യൂസ് വരും. പിന്നെന്തുവാ? നീ കെട്ടുപാട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഞങ്ങൾ അതിന്റെ ഫോട്ടോ എടുക്കുന്നു, അതിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നു, ജനങ്ങളിൽ നോട്ട് പിടിക്കുന്നു. എന്താ ചേട്ടാ? സേതുവിനെ നീ വേണം വെടിവെക്കാൻ. ഞാനോ? നീ അവനെ പരലോകത്തേക്ക് അയക്കുന്നു, അതോ നിന്നെ ഞാൻ അയക്കണം? കൂടെയുള്ളവരെ അയക്കുന്നതാണല്ലോ ചേട്ടന്റെ തൊഴില്. അതറിയാലോ. എന്തു പറയുന്നു? ശരി ചേട്ടാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സഖാവ് സേതു നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അച്ഛാ, ഒന്ന് വേഗം വാ അച്ഛാ. നോക്ക്.
ആക്ടിങ് നന്നാവുന്നുണ്ട്. അയാളല്ല വേറെ ആരാണ് വെടിവെച്ചത്? സേതു, സേതു, സേതു. ഇങ്ങോട്ട് നോക്കി, ഒന്ന് കണ്ണൂർന്നേ. നീ വിചാരിക്കുന്ന പോലൊന്നും പറ്റില്ല സരസു. എന്തെങ്കിലും ആവണമെന്നാണോ പറഞ്ഞോണ്ടിരുന്നേ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം പോയനെ. നിങ്ങളൊന്നും പറയണ്ട. അച്ഛന് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പുറത്തൊന്നും ശബ്ദം കേൾക്കും. ഞാനൊന്ന് നോക്കിട്ട് വരാം. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. നമുക്ക് ഈ കുറുക്ക് വഴിയിലുള്ള പണം ഉണ്ടാക്കണ്ട. എന്താ പറഞ്ഞത്? എനിക്ക് നല്ല കാര്യം പറഞ്ഞു തരാൻ അറിയില്ലെന്നോ? നമ്മുടെ എതിർ കക്ഷികൾ അവരറിയാതെ നമുക്ക് നല്ല കാര്യം ചെയ്തു തന്നെ. ഈ ചാട്ടം ഒന്ന് നിർത്ത്. എന്താ പറഞ്ഞത്? വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയും. നമ്മളെ ഒതുക്കാൻ നോക്കിയത് നമുക്ക് ഗുണമായി മാറി. എന്താ നോക്കുന്നത്? ഈ നാടിന് നീ ആ ചീഫ് മിനിസ്റ്റർ, നീ ചീഫ് മിനിസ്റ്റർ വൈഫ്. മനസ്സിലായോ? ഭാര്യ. സേതു, ആ മഹത്തായ രംഗം നീ ഒന്നൊന്ന് കാണടാ. വാടാ. അതൊക്കെ ചെറുപ്പത്തിലെ പാർട്ടി രൂപീകരിച്ച് ഭരണത്തിൽ വന്ന അങ്ങയ്ക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. പുകഴ്ത്തുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാനും പറയണമെന്ന് വിചാരിച്ചു സർ. എല്ലാവർക്കും തരാൻ പറ്റുന്നവരില്ല. ചോദ്യങ്ങൾ ആരംഭിക്കാം. പക്ഷെ ഒരു കാര്യം, ചോദ്യങ്ങളൊന്നും സ്പീഡിലാവരുത്. എനിക്കിഷ്ടമുള്ളതേ ചോദിക്കാവൂ. അതിന് മാത്രമേ ഞാൻ ഇതെന്താ സാർ പുതുമയാണല്ലോ. ഇതെനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യമാണ് സാർ. നിങ്ങൾക്കൊരു പ്രത്യേകത. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം. സാറിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരോട് എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാ മോളെ, എല്ലാം വിധി പോലെ നടക്കും. അവരുടെ തലയിൽ വാഗ്ദാനങ്ങൾ എന്ന് നിറവേറ്റും. നാളെ തന്നെ. നാളെ തന്നെ നടത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കുന്ന കാര്യമാണോ? ഭരിക്കാൻ വന്നോടനെ മന്ത്രിമാരെല്ലാം അഴിമതി കാണിക്കുന്നല്ലോ. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതിനു മുമ്പ് ഭരിച്ചിരുന്നവരെ തെറ്റ്. എന്താ സാറേ പറയുന്നേ? അതേടോ, അവര് മുഴുവനായിട്ട് കൊള്ളയടിച്ചിരുന്നു. പിന്നെ വരുന്നവനെ കക്കും. അവര് നേരത്തെ കൊള്ളയടിക്കായിരുന്നു. അവരുടെ തെറ്റല്ലേ? അല്ലേ? കറക്റ്റ്. കാവേരിയുടെ പ്രശ്നം എങ്ങനെയാ? പറ്റുമെങ്കിൽ കാവേരിയുടെ അടുത്ത് നമ്മൾ പോകും. ഇല്ലേ കാവേരി അല്ല, നമ്മള് ബാംഗ്ലൂർ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞതാ. വൺ മോർ. നിങ്ങളുടെ പത്രത്തിന് നല്ല സർക്കുലേഷൻ അല്ലേ? പരസ്യമൊന്നും വേണ്ടല്ലേ? അയ്യോ, തീർച്ചയായിട്ടും വേണം സാർ. നിങ്ങളുടെ പദ്ധതി പുതുമയുള്ളതാ. അങ്ങനെ പറയണം. ഗ്രാജുവേറ്റ്സിനൊക്കെ ജോലി കൊടുക്കാനുള്ള നിങ്ങളുടെ പുതിയ പ്ലാൻസ് എന്തൊക്കെയാണ്? ജോലി ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ജോലി വിട്ടേക്കുള്ളൂ. കർഷകർ കൃഷി ചെയ്യരുത്. അതെ. തൊഴിലാളികൾ ഫാക്ടറിയിലേക്ക് പോകരുത്. അതെ അതെ. ഉദ്യോഗസ്ഥർ ഓഫീസിലേക്കും വരരുത്. അതെ 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 അതെ. ആഴ്ചയിൽ ഒരൊറ്റ ദിവസം മാത്രം ജോലി.
നാട്ടിൽ ജനസംഖ്യ അധികമാകുന്നു. അതിന് സാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ അവസ്ഥയുടെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ദിവസവും കുറച്ച് ആളുകൾ ഗ്രാമത്തിൽ നിന്ന് ടൗണിലേക്ക് വരുന്നു. എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ബീച്ച് കാണാൻ വരുന്നു, കടൽക്കാറ്റ് കാണാൻ വരുന്നു എന്നൊക്കെ പറയും. അതുകൊണ്ട് കടലിൽ നിന്നും തോട് വെട്ടി ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇനി മുതൽ ഓരോ ഗ്രാമത്തിലും ഓരോ ബീച്ച്, കാറ്റുകൊള്ളാൻ 2 വലിയ ഫാൻ. എന്താ ഇത് കയ്യിൽ ഫാനോ? സ്വിച്ച്. കടലിൽ നിന്ന് തോട് വെട്ടുന്നെന്നോ? ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ സാറേ? എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? വരുന്നു വരുന്നു എന്ന് പറഞ്ഞു, അതെ. വിശ്വസിച്ചോ ഇല്ലയോ? ദാ വീണ്ടും വരുന്നു വരുന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ചില്ലല്ലോ. അത് വരും ഇത് വരുന്നു പറഞ്ഞിട്ട് വന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇത് വിശ്വസിച്ചൂടാ? വിശ്വാസമാണ് ജീവിതം. എക്സ്ക്യൂസ് മീ സാർ. പത്രസമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. നമസ്കാരം. വാ 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 വാ. കരുണാകരൻ, കട്ടപ്പന കരുണാകരൻ. നീ എന്തിനാ പേടിക്കുന്നേ? സർ, നിങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസറായി എന്നെ നിയമിച്ചിരിക്കുന്നു. വരൂ പാർവതി. എടാ ഓട്ടോക്കാരാ, ആരോട് ചോദിച്ചിട്ടാ അകത്ത് വന്നത്? എടുക്കടാ വണ്ടി, പോടാ പുറത്ത്. വണ്ടി എടുക്കടാ, എടുക്ക. അയ്യോ, അടിക്കല്ലേ സാറേ. നോക്കുത്തേപോലെ നിൽക്കുന്നുണ്ട്. അകത്തോട്ട് പോരുത് മാഡം. എന്താ പറഞ്ഞേ? പോകാൻ പാടില്ല മാഡം. നീ വന്നേ പാർവതി. പോകാൻ പാടില്ല എന്ന് പറയുമ്പോ പിന്നെ വീണ്ടും പോകുകയാണ് അങ്ങോട്ട്. ഒച്ച വെക്കലെടോ. പോകരുതെന്നല്ലേ പറഞ്ഞത്? തന്നോട് പോയല്ലേ പറഞ്ഞേ? എന്താ മേഡം ഇത് വാടാ പോടാന്നൊക്കെ സംസാരിക്കുന്നത്? എടോ, ആടാനും പാടാനും എടോ പോടോ എന്ന് വിളിക്കാനുള്ള എല്ലാ അവകാശം എനിക്കുണ്ട്. അയ്യോ സരസു സരസു പോയി വിളിക്ക് പോയി വിളിക്ക്. പാടാനും പാടാനും ഒക്കെ നിങ്ങൾക്ക് അവകാശം ഉണ്ടാവും, പക്ഷെ നിങ്ങളെ അകത്ത് വിടാൻ എനിക്ക് അവകാശമില്ല. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? എടോ ഇൻസ്പെക്ടറെ, തന്റെ തൊപ്പ് തെറിച്ചെന്നാ തോന്നുന്നത്. എന്താ നോക്കുന്നത്? എടോ ഏമാന്മാരുടെ ഭാര്യമാരോടും കറണ്ടിനോടും കളിക്കാൻ നീ പാടില്ല. വന്നേ പാർവതി. ആദ്യം അയാളെ പുറത്താക്കച്ച. ഇയാള് നല്ല മനുഷ്യനാ, നിന്നെ കുറിച്ച് അറിയില്ല, അതാ അങ്ങനൊക്കെ പറഞ്ഞത്. ഇനി മേലെ അങ്ങനെ പറയില്ല. എടോ ഇയാള് നല്ലവനാണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞേക്കുവാ. ഇനിയെങ്കിലും അവര് വന്ന മര്യാദയ്ക്ക് പെരുമാറണം. നല്ലവനാണെന്ന് കള്ളം പറഞ്ഞെന്നോ? ഇനിയൊരു അവസരം വരാതിരിക്കില്ല. നീ ഏത് ജില്ലയിലുള്ള ജയിലിലാണെങ്കിലും അങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചു വന്ന് നിന്റെ നട്ടെല്ല് ഒടിച്ചില്ലെങ്കിൽ ഞാൻ കട്ടപ്പന കരുണാകരനല്ല. വാ സരസു. വാ സരസു എന്ന് നിങ്ങൾ പറയുന്നു. ദേ അവിടെ നിൽക്കുന്നവൻ പോ സരസു എന്ന് പറയുന്നല്ലോ. അങ്ങനെയാണോ? ഞാൻ ചോദിച്ചിട്ട് വരാം. വേണ്ട, വിട്ടേക്ക്. ആ ഇതാരാ? പാർവതി, വലിയ പഠിത്തക്കാരിയാ. എന്താ? ആ എംഎയാ. എമ്മയാ? പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി ഒന്നും ഇല്ലാതിരിക്കാ. നിങ്ങളുടെ PA ആക്കാന്ന് പറഞ്ഞാ ഞാൻ വിളിച്ചോണ്ട് വന്നിരിക്കുന്നേ. PA എന്ന് പറഞ്ഞ എന്ത് ഉത്തരവാദിത്തമുള്ള ജോലിയാണെന്നറിയോ? നല്ലൊരു ജോലി വാങ്ങിച്ചാന്ന് പറഞ്ഞ വിളിച്ചോണ്ട് വന്നിരിക്കുന്നേ. അതെ സാർ, എനിക്ക് ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും ഒക്കെ അറിയാം. പ്ലസ് MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസും പഠിച്ചിട്ടുണ്ട്. എന്താ പറയുന്ന ഈരേ? അവര് പഠിച്ചതൊക്കെ രാഷ്ട്രീയമാണെന്നാ പറയുന്നത്. ഞാൻ മുഖ്യമന്ത്രി ആയതിന് പിന്നിൽ സരസു ഒരു കാരണമാണ്. അത് മാത്രമല്ല, സരസു പറഞ്ഞാൽ സേതു കേൾക്കണം. അതാ അതിന്റെ ഒരു ശരി. പാർവതി പറഞ്ഞ പരമശിവൻ യേസു പറയും, സരസു പറഞ്ഞ സേതു നോ പറയുവോ? യെസ് അല്ലേ പറയൂ. യെസ് എസ്. ഈ നിമിഷം മുതൽ ഇവരാണ് എന്റെ PA. നിനക്ക് സന്തോഷമായല്ലോ? വളരെ ഡാൻസ്. അത് ഡാൻസ് അല്ലടി, ഡാൻസ് ഒന്നും കാണിക്കണ്ട. പാർവതി, ആ കാണുന്ന സ്റ്റെപ്സ് ഇല്ലേ, അതിൽ കൂടി അങ്ങോട്ട് പോയി ഒരു മുറി കാണാം. അവിടെ നിനക്ക് താമസിക്കാം. ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ. അച്ഛനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ശരിയല്ലേ? പിന്നെ അതെ അതെ. മോനെ സേതു, അവിടെയും തലയാട്ടും, നീ ഇവിടെയും തലയാട്ടും. ശരിയല്ലേ? എവിടെ തലയാട്ടണം നിനക്ക് അറിയത്തില്ലേ? അയ്യരേ, ആ സത്യത്തിൽ ഈ PA എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പെട്ടെന്നുള്ള അപ്പോയിന്റ്മെന്റ്. അങ്ങനെയാണോ? ഫോണെടുക്ക അയ്യരേ. ഹലോ, CM ഓഫീസ്. നമ്പ്യാര്. ഹലോ, ഞാൻ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് അയ്യരാണ് സംസാരിക്കുന്നത്. എന്ത്, ഇങ്ങോട്ട് വരുന്നോ? ഞങ്ങൾ അങ്ങോട്ട് വരാം, ഇപ്പൊ തന്നെ വരാം. ഞാൻ താങ്കളെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? ഇതുവരെ ഇവിടെ എല്ലാവരും മുഖ്യമന്ത്രി ആയത് ഞാൻ കൊടുത്ത പണം കൊണ്ടായതാ. പക്ഷെ നിങ്ങൾ ഒരാൾ മാത്രമാണ് എന്റെ പണം എടുത്ത് മുഖ്യമന്ത്രി ആയത്. എന്താ ഇയാളെ നോക്കുന്നേ? നിങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോയി കോടിക്കണക്കിന് പണമില്ലേ, അത് എന്റെ പണമാണ്. ആ വണ്ടിയുടെ നമ്പർ പറയട്ടെ, 2255. കറൻസി നമ്പർ കേൾക്കണോ? വേണ്ട സർ. ഭയപ്പെടണ്ട, വാ വരൂ. മുൻ CM ഞാനും അത്ര രസത്തിലല്ലായിരുന്നു. അതുകൊണ്ട് എന്റെ ബ്ലാക്ക് മണി എല്ലാം 40 ലോറിക്കകത്ത് കയറ്റി സിറ്റിയിൽ ഓടാൻ വിട്ടു. അതിലൊരു ലോറിയാണ് താങ്കൾ. ഇരിക്കെ. പണമുള്ളവരെല്ലാം മുഖ്യമന്ത്രി ആകത്തില്ല. ഒരു മോഷ്ടാവായി ജീവിതം ആരംഭിച്ച് ഇന്നിപ്പോ മുഖ്യമന്ത്രി ആയെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി. എന്തിനാ ചുറ്റുവളച്ച് സംസാരിക്കുന്നേ? നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാം. ഭരണാധികാരിയായിട്ട് നിങ്ങൾ കയറി എങ്ങനെ ഭരിക്കണമെന്ന് ഞാൻ പറയും. എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മന്ത്രിയാവണം, വേണ്ടാത്തവരൊക്കെ പുറത്തു പോകണം, എന്റെ ജാതിക്കാരെ പോസ്റ്റ് ചെയ്യണം.
ഞാൻ പറയുന്നവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം. പോലീസ് എന്റെ കൺട്രോളിലായിരിക്കണം. മൊത്തത്തിൽ ഞാൻ പറയുന്ന ഫയലിലൊക്കെ ഒപ്പിടണം. അതായത് കൃഷിഭൂമി ഇയാളുടെ പേരിലും വിളവിറക്കുന്നത് നിങ്ങളാണെന്നും. ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? പ്രശ്നങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ അതുണ്ടാക്കുന്നവനെ ഞാൻ തീർത്ത് കളയും. അയ്യോ, ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. വേണമെങ്കിൽ നിങ്ങൾ ഈ നാട് തന്നെ എടുത്തു. എടുത്തോ, നമ്മുടെ നാടല്ലേ. അതെ അതെ, നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആ സീറ്റ് അത് ചെയ്യാൻ പറയും. അയ്യോ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇത്ര ഭംഗിയായി ഇതുപോലെ മൃദുലമായി സംസാരിക്കണമെന്ന് എനിക്കറിയില്ല സാർ. അതറിയാം, അതുകൊണ്ടല്ലേ നിങ്ങൾ മുഖ്യമന്ത്രിയായത്. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഭരിച്ചാൽ വരാനുള്ളതൊക്കെ വരും, ഇല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ വന്നു ചേരും. ആ, ഇത് വഴിച്ചെലവിനിരുന്നോ? വഴിച്ചെലവിന് ഇത്രയും പൈസയോ? എന്തിനാ കൂടുതൽ സംസാരിക്കുന്നത്? കാശുണ്ടാക്കാനാ രാഷ്ട്രീയത്തിൽ വന്നത്. അത് നിങ്ങൾ തന്നാലെന്താ, ജനങ്ങൾ തന്നാലെന്താ? ഇപ്പോഴേ ഇങ്ങനെ അന്തം വിട്ടാൽ എങ്ങനാ? മന്ത്രിമാരും മാസാമാസം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കൈക്കൂലി കാണുമ്പോ നിനക്ക് വട്ടാവുമല്ലോ. മന്ത്രിമാർക്കും കൈക്കൂലിയോ? എന്തെന്നാടാ, എടാ നമുക്ക് 20 മന്ത്രിമാരുണ്ട്. അവര് വാങ്ങിക്കുന്ന കൈക്കൂലിയുടെ പകുതി നിനക്ക് തന്നേ നോക്കൂ. അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ? നിയമമൊന്നുമില്ല, നമ്മൾ വെക്കുന്നതല്ല നിയമം. അത് എത്ര വരും? അതൊരു 20-30 വരും. 30 കോടിയാടാ. കോടിയാ? പതുക്കെ വെക്ക്. പൊയ്ക്കോ. എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ കള്ളനൊന്നുമല്ല. എന്നാ നിങ്ങൾ പോലീസുകാരനല്ലേ? നീ എന്താ ചെയ്യുന്നത്? മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസിച്ച് കോടിക്കണക്കിന് ജനങ്ങൾ അവിടെ ഉള്ളത്. അവരെ ഓർത്ത് കുറച്ച് കുടിക്കും. എന്റെ വേലക്കാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ എന്താ ഇംഗ്ലീഷ് എന്താ ഇൻസൾട്ടോ? അത് ചെയ്തില്ലേ? ഓ, ഞാനത് അറിയാതെന്ന് പറഞ്ഞു പോയതാടാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചിട്ടില്ല, ശരിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത്. കൺട്രോൾ ചെയ്ത് കുടിക്ക്, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നത്. ആ നമ്പ്യാര് ദിവസവും കൊടുക്കുന്ന 30 ലക്ഷം. ഒരു ദിവസം 30 ലക്ഷം ആണെങ്കിൽ ഒരു മാസം 9 കോടി. ഇരുപത് മന്ത്രിമാർക്ക് കൊടുക്കുന്ന മാസത്തിൽ 20 കോടിയാണെങ്കിൽ നമ്മുടെ കക്ഷിയിലുള്ള 200 MLA-മാരെയും മന്ത്രിയാക്കിയ എത്ര കോടി വരും? എന്തായാലും നോക്കിക്കളെ. പാർവതി, ആ ഫോണും എന്റെ ഡയറിയും എടുത്തുണ്ടോ? നമ്മുടെ കക്ഷിയിലുള്ള MLA-മാരെ ഓരോരുത്തരായിട്ട് അങ്ങ് വിളിക്ക്. സാറേ, പാർട്ടിക്കാരെല്ലാം കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കാണണത്രേ. എന്തിനാ MLA-മാരോട് ഇങ്ങോട്ട് വന്നത്? നാളെ നിങ്ങളൊരു മന്ത്രിയാവും, ഉടനെ ഇങ്ങോട്ട് പോരൂന്ന് മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചു പറഞ്ഞു. നിന്നെ മന്ത്രിയാക്കാമെന്നും ഉടനെ വരണമെന്നും ചീഫ് മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു. ഏത് വകുപ്പിലാ? നാളെ വന്നോളൂ, സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇയാള് പ്രതിപക്ഷ MLA അല്ലേ? അതെ. ഇയാളെന്നെ ഇവരോട് വന്നു? എന്നോടും ഫോൺ ചെയ്ത് പുറപ്പെട്ടു വരാൻ പറഞ്ഞു മുഖ്യമന്ത്രി. മന്ത്രിയാക്കാന്ന് പറഞ്ഞു. ആണേ, ഈ ലോകത്തിലെ എതിർകക്ഷിക്കാരെയും മന്ത്രിയാക്കുന്ന ഒരേ ഒരു മുഖ്യമന്ത്രിയാണിത്. നീ അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ ഇവരെ അവൻ കാണണ്ട. പോ. മുഖ്യമന്ത്രി സാർ, ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു. എന്താ കാര്യം? ഗവർണർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് CM ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എപ്പോ വരണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇത് അടിത്തറ തോണ്ടുന്ന ലക്ഷണമാ. ശരി, അത് റോങ് കോൾ ആണെന്ന് അങ്ങേരോട് പറ. ഞാൻ ഇവരെ നോക്കിക്കോളാം. ഓക്കെ സാർ. ഇത് കേക്ക്. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോ മനഃപൂർവ്വം നിങ്ങളെ ഫോൺ ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ദയവേത് നിങ്ങൾ പിരിഞ്ഞു പോണം പ്ലീസ്. മുഖ്യമന്ത്രിയെ കാണാതെ പോകുന്നില്ല. നിങ്ങൾക്ക് ഫോൺ ചെയ്തതും ബുദ്ധിപൂർവ്വ ഫോൺ ചെയ്തിരിക്കുന്നത്. സെക്യൂരിറ്റി ഓഫീസർ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞിട്ട് പോയത്? ഭരണകക്ഷി MLA-മാരും പ്രതിപക്ഷ MLA-മാരും ഒന്നിച്ചിരിക്കുന്നിടത്ത് ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അത് ഉടനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ മരിക്കുന്നത് ഞാൻ ദൂരെ നോക്കിക്കോളാം. മര്യാദക്ക് പറഞ്ഞ കേൾക്കത്തില്ല. ബോംബിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ നോട്ടം കണ്ടില്ല. സേതു, പുറത്തെന്താ നടന്നെന്ന് നിനക്കറിയോ? മഴ പെയ്യുന്നുണ്ടല്ലേ? സുനാമി അടിച്ചു. രാത്രി എന്തുമാത്രം കുടിച്ചു നീ? എല്ലാ MLA-ക്കും മന്ത്രിസ്ഥാനം കൊടുക്കാന്ന് നിങ്ങൾ ഫോൺ ചെയ്തു. കേട്ടോ, പല്ലുപോലും തേക്കാതെ എല്ലാം കൂടെ വന്നത്. അടുത്തുനിന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നാറ്റം സഹിക്കാൻ വയ്യുന്നേ.
ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് ഒരു ബോധമില്ലാത്ത മനുഷ്യനാ. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ എങ്ങനെ തോറ്റെന്നുള്ള വിവരം കണ്ടുപിടിക്കാൻ വേണ്ടിയായി യോഗം കൂടിയിരിക്കുന്നത്. ഒരു മുൻ നേതാവെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, താൻ ഒരു മാങ്ങാത്തൊലിയും പറയണ്ട. താൻ ഇങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ മരണ വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞത് കേട്ട് എന്നെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി നിങ്ങൾക്ക് വരില്ലായിരുന്നു. തന്നെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ജയിക്കുമെന്നാണോ? തീർച്ചയായും. നിങ്ങളൊക്കെ തോറ്റ് ഞാൻ മാത്രം ജയിച്ചതിന് കാരണം എന്താ? ജനങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസമാണെന്ന് അർത്ഥം. എന്നെ മാത്രം വിശ്വസിക്കുന്നു എന്നർത്ഥം. അന്നേ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും ജയിച്ചിരുന്നേനെ. ഞാൻ ഈ നാടിന്റെ ഓമനപുത്രനാവുമായിരുന്നു. ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഒരാൾ പോയാലും ഞങ്ങൾ 100 പേര് പോയാലും ഒരേപോലെ തന്നെ. ഇങ്ങനെ പറഞ്ഞാണല്ലോ ഗതിയിലായത്. എനിക്കെന്താ തലക്ക് പോയില്ലേ അതിനകത്ത് നീ ആടാൻ? അപ്പൊ MLA പദവി രാജിവെക്കാൻ പോവാ. എന്റെ ഒരടി കൊണ്ടപ്പോഴേ നീ തകർന്നു പോയി. ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് 200 പേര് ചുറ്റും നിന്ന് എന്റെ മുണ്ടൻ ഷർട്ടും കീറി ട്രൗസർ ഇട്ടുകൊണ്ട് പുറത്തു വരുന്ന കാഴ്ച പത്രക്കാർ ഫോട്ടോ എടുത്ത് പേപ്പറിൽ ഇടുന്നത് എനക്ക് കാണണമല്ലേടാ? ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താ? എടാ സേതു, നിന്റെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നത്. ആ അലിയാരുകുട്ടി ജയിച്ച് MLA ആയിരുന്നു വിചാരിച്ചില്ലേ? അവൻ ജയിച്ച് MLA ആയിട്ട് നമ്മുടെ പാർട്ടി ചേരാൻ വന്നിരിക്കുക. അലിയാർകുട്ടി ഇലക്ഷൻ അവനെ എന്തൊക്കെ വൃത്തിയുടെ സ്റ്റേജിൽ വെച്ച് വിളിച്ചു പറഞ്ഞു ഇറങ്ങി പോകാൻ പറ അവനോട്. എന്താടാ നീ പെട്ടെന്ന് മനുഷ്യനായത്? രാഷ്ട്രീയക്കാരനായിട്ടിരിക്കെ. ഇത് കേക്ക്. നമ്മുടെ പാർട്ടിക്കാരൻ നമ്മളെ പുകഴ്ത്തുന്നതിലും പ്രതിപക്ഷം നമ്മളെ പുകഴ്ത്തുന്നതിലാ മഹത്വം. പ്രതിപക്ഷം പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കും. ശത്രുവിനെ എപ്പോഴും അടുത്ത് വെക്കണം, ദൂരെ വിടരുത്. അതാ നമുക്ക് ബലം. സഖാവിന്റെ പാർട്ടി ചേർന്ന് സഖാവിന് വേണ്ടി പ്രവർത്തിക്കണം, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം, നാടിന് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. സഖാവെ ആർക്കെങ്കിലും വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആവേശത്തോടെ വന്നിരിക്കുകയാണ് ഞാൻ. നിങ്ങൾ ഞങ്ങളുടെ കക്ഷി ചേർന്നതിൽ വലിയ സന്തോഷം. നിങ്ങളുടെ വിവരവും അനുഭവം എനിക്ക് വേണം. അതുകൊണ്ട് കക്ഷിയിൽ മാത്രമല്ല എന്റെ മന്ത്രിസഭയിൽ തന്നെ ഒരു സ്ഥാനം നൽകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. സഖാവേ, സഖാവ് തന്ന ഈ പദവി എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടിയ നിധിയാണ്. അങ്ങാണ് എനിക്ക് ദൈവം. എന്താ പെട്ടെന്ന് കാലിൽ വീണത്? ജീവിക്കാൻ പഠിച്ചവനാ, അതുകൊണ്ട് അങ്ങനെ വീണത്. ഇലക്ഷൻ ഘടകം അങ്ങനെ വീട്ടൊന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മന്ത്രിയാക്കിയല്ലോ. ഉടനെ ചിട്ടി കമ്പനി തുടങ്ങണം. എന്താ എഴുന്നേൽക്കാത്തത്? മന്ത്രി എന്നല്ലേ പറഞ്ഞത്, എഴുന്നേൽക്കാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോഴെല്ലാം മന്ത്രിമാര് കാലെ വീണ എഴുന്നേൽക്കാൻ പറഞ്ഞാലേ എഴുന്നേൽക്കൂ. അലിയാർകുട്ടി എഴുന്നേക്കണം. ഇനി അങ്ങാണ് എന്റെ ദൈവം. ഞാൻ നേരെ അമ്പലത്തിൽ ചെന്ന് സഖാവിന് വേണ്ടി ഒരു അർച്ചന നടത്തി തങ്കത്തേര് വരിക്കണം. വരാ സഖാവേ. എന്താ ഇത് എനിക്ക് വേണ്ടി തങ്കത്തേരെടുക്കുന്നു? നിനക്ക് വേണ്ടി അവൻ തങ്കത്തേരെടുക്കില്ല, അവന് വേണ്ടി എടുക്കുമെന്നാ. മനസ്സിലായില്ല. കുറച്ചു നാളായിട്ട് തങ്കത്തേരിൽ അവനൊരു കണ്ണുണ്ട്. ഇപ്പൊ മന്ത്രി ആയില്ലേ, ഇനി അവൻ വീട്ടിലെടുത്തോണ്ട് പൊക്കോളും. ഇനിയുണ്ടല്ലോ അമ്പലത്തിൽ തേര് വരണമെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരണം. പോകൂ, മുഖ്യമന്ത്രി ഇപ്പൊ കാണാൻ പറ്റില്ല. പോകൂ. പോകാനല്ല പറഞ്ഞത്, പറഞ്ഞ മനസ്സിലാവില്ലേ? പോകൂ, കാണാൻ പറ്റില്ല. എന്താ ഗേറ്റ് തുറക്ക. മുഖ്യമന്ത്രി ആരെയും അകത്തേക്ക് വിടരുതെന്ന് പറഞ്ഞിരിക്ക. എല്ലാം എനിക്കറിയാം, തുറന്നു കൊടുക്ക. നിയമസഭ ഇതിലും ഭേദം. ഇവരെയാ സഹിക്കാൻ വയ്യാത്ത. ആ, നിങ്ങൾ എല്ലാരും ഇവിടെ ഇരിക്കെ. സാർ ഇപ്പൊ വരും. വലിയ സെക്യൂരിറ്റി ആണ് പോലും. സെക്യൂരിറ്റി എത്ര പറഞ്ഞാലും ഇയാൾക്ക് മനസ്സിലാവില്ല. ജനങ്ങളെ കൊണ്ടല്ലേ അങ്ങനെ മന്ത്രിയായത്. ഇയാൾ എന്താ ചെയ്യണ്ടെന്നറിയോ? അതെ, ഒന്നിങ്ങി വന്നേ. എന്താ മാഡം? അവരൊക്കെ വോട്ട് ചെയ്തിട്ട് അങ്ങനെ മന്ത്രിയായത്, അല്ലാതെ തന്റെ വോട്ടുണ്ടോന്നല്ല. അവർക്കൊക്കെ മര്യാദ കൊടുക്കാൻ ആദ്യം പഠിക്ക. കേൾക്കൂ മാഡം, അത് മുറപ്രകാരം. മുറപ്രകാരമോ? അവരെ മുഖ്യമന്ത്രി കാണാതെ തടയാൻ താൻ ആരാ? മുഖ്യമന്ത്രിയുടെ അളിയനോ അമ്മാവനോ മറ്റോ ആണോ? നോക്കൂ മാഡം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ശരി, അത് വിട്ടേക്ക്. അല്ല, മുഖ്യമന്ത്രി ഞാനും തമ്മിലുള്ള മുറ എന്താണെന്നറിയോ? മാഡം, ഞാൻ അങ്ങനെയല്ല മാഡം ഉദ്ദേശിച്ചത്. എന്താ ഇപ്പൊ മുറയെ കുറിച്ച് സംസാരിക്കുമ്പോ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അയ്യോ, സത്യമായിട്ട് ദേഷ്യപ്പെട്ടില്ല. തന്റെ മോന്ത കണ്ടാലേ അങ്ങനെ ദേഷ്യമായിട്ട് തോന്നുന്നേ. വിവരമില്ലാത്തവരൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ജോലിക്ക് നിർത്തും. സെക്യൂരിറ്റി ആണ്, അതാണ് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. ഡോ, എന്താ പ്രശ്നം? കണ്ടോ സാറേ, ആ മാഡം സംസാരിച്ചിട്ട് പോയത്. എടോ, അത് മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട പെണ്ണാണെന്ന് ഇയാൾക്ക് അറിയാവുന്നല്ലേ? പിന്നെന്താ എന്നും പറഞ്ഞ് വായി തോന്നുന്നൊക്കെ പറയാമോ സാർ? കഴിഞ്ഞ വർഷം മന്ത്രിയായിരുന്ന ബാലംപിള്ള, അയാളുടെ അനന്തരവൻ കാറിന്റെ ഡോറ് തുറന്നില്ലെന്ന് പറഞ്ഞ് മോന്തക്കിട്ട് കാർക്കിച്ച് തുപ്പിയില്ലേ? അപ്പൊ എന്താ ചെയ്തത്? അതെങ്ങനെ സാറിനറിയും? അതെങ്ങനെങ്കിലും ആകട്ടെ, താൻ എന്ത് ചെയ്തെന്നാ ചോദിച്ചത്. ശരി, അത് വിട്ടു, അത് ഞാൻ മറന്നു. അതിന് മുമ്പത്തെ വർഷം മന്ത്രി കടത്ത് ജോസിന്റെ ഭാര്യ പോടാ ഏമ്പോക്കിന്ന് വിളിച്ചില്ലേ? അപ്പൊ നീ എന്ത് ചെയ്ത്? കാക്കിയോട് പഠിച്ചു വെച്ചോ? ഇട്ടോണ്ടല്ലേ നടന്നത്.
അവരെയൊക്കെ കാട്ടിലും ഈ പെണ്ണ് എത്രയോ ഭേദം. നീ നിന്റെ ജോലി നോക്ക്. ജോലി നോക്കാൻ. ഇതിനും ഒരു അവസരം വരും. പാർവതി, കാറിൽ വരുമ്പോ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. വേണ്ട സാർ, സാറിപ്പോ അതൊന്നും അറിയണ്ട. അതെല്ലാം ഞാൻ തീരുമാനിക്കും. താൻ പറ. സരസുവിനെ പറ്റി കുറ്റം പറഞ്ഞ സാറിന് ദേഷ്യം വരും, അതുകൊണ്ടാ. ഇപ്പൊ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നോട് എനിക്ക് ദേഷ്യം. ഞാനിത് കുറ്റായിട്ട് പറയല്ല. അവരാവശ്യമില്ലാതെ അധികാരത്തിൽ കൈകടത്തുന്നു, ഉദ്യോഗസ്ഥന്മാരെ വരട്ടുന്നു, ആവശ്യമില്ലാത്തൊക്കെ പറയുന്നു. അതുകൊണ്ട് സാറിനല്ലേ ചീത്തപ്പേരുണ്ടാവുക. സിഎം വളരെ നല്ല ആളാ. ആ സ്ത്രീ മോശമാണെന്ന് പുറത്തെല്ലാരും പറയാൻ തുടങ്ങിയ, അതും രാഷ്ട്രീയക്കാരുടെ കൈ കിട്ടിയാലത്തെ അവസ്ഥ അറിയാലോ. എന്താ വിളിച്ചേ? സരസു, നിന്റെ പെരുമാറ്റം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? നീ എന്താ ചെയ്യാത്തത്? പോലീസുകാരെ വിരട്ടുന്നു, ചീത്ത വിളിക്കുന്നു. ഇതൊന്നും നിന്റെ ജോലിയല്ല. അതിനുള്ള അധികാരം നിനക്കില്ല. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ. നല്ലതിനാണെങ്കിലും ചീത്തക്കാണെങ്കിലും അവരെ നിയന്ത്രിക്കാനായി നീ ആരാ? സരസു, നീ എന്തിനാ കരയുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലെന്നോ? ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു, അപ്പൊ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ ഞാൻ ഡാൻസ് ഒക്കെ ചെയ്തില്ലേ, അപ്പോഴും നിങ്ങളൊന്നും പറഞ്ഞില്ല. അന്ന് നിങ്ങൾക്ക് വെടി കൊണ്ടപ്പോ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എനിക്കാ. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചെന്ന് ശുശ്രൂഷിച്ചു. അന്ന് നിങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ ആരാ? സാധാരണ സേതു അല്ലല്ലോ. 6000 കോടി ജനങ്ങളുടെ നേതാവല്ലേ ഈ നാടിന്റെ മുഖ്യമന്ത്രി. നിങ്ങളെ ഇപ്പൊ നോക്കാൻ 1000 പേര് കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ എന്ത് ചോദിച്ചോന്ന് നീ പറയുന്നത്? നീ ആരെന്നല്ലേ ചോദിച്ചത്? ഇപ്പോഴും അത് തന്നെ ചോദിക്കുന്നു. നീ ആരാ? ഞാൻ ആരാന്ന് അറിയില്ലല്ലേ? ഞാൻ പോവാണല്ലേ? നീ ആരാണെന്ന് പറഞ്ഞിട്ട് പോ, ഇല്ലെങ്കിൽ ആരാണെന്ന് ചോദിച്ചതെങ്കിലും പോ. നീ ആരടിന്ന് ചോദിച്ചാ ഞാൻ നിന്റെ ഭാര്യയാടാ സേതു എന്ന് പറഞ്ഞിട്ട് പോകണ്ടേടി മണ്ടൂസേ. ഇനി പറ, നീ ആരാ? സേതു കുട്ടാ, ഞാൻ നിന്റെ ഭാര്യയാടാ. ശ്രീമതി പാർവതിയെ 4 വാക്ക് പറയുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. വരണ സഹോദരി, ചെന്നൊരു കലക്ക് കലക്ക്. എല്ലാവർക്കും നമസ്കാരം. എന്റെ ഭർത്താവെന്നല്ല, ഈ നാടിനെ ദ്രോഹിക്കുന്ന ആരാണെങ്കിലും ശരി, പദവി വഹിക്കാൻ പാടില്ലെന്ന കാരണത്താൽ എന്നാലാവുന്നത് ചെയ്യും. കയ്യടി കിട്ടാനല്ല. ഇതിന് സഹായിച്ച എല്ലാ MLA-മാർക്കും വ്യവസായ പ്രമുഖന്മാർക്കും ശ്രീ ഗോവിന്ദൻകുട്ടിക്കും ഈ നാടിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി പദവി വഹിക്കാൻ പോകുന്ന ശ്രീ നമ്പ്യാർക്കും എന്റെ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. മുഖ്യമന്ത്രി 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 പറഞ്ഞ സാർ, കാലാവധി കഴിഞ്ഞ മരുന്ന് കൈക്കൂലി വാങ്ങിച്ചോണ്ട് ഗവൺമെന്റ് ആശുപത്രിക്ക് സപ്ലൈ ചെയ്ത ആളാണ് മുഖ്യമന്ത്രി സേതു.
അത് കഴിച്ച് ഒരുപാട് ആൾക്കാർ മരിച്ചു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ പദവി ഒഴിയുന്നത്. എല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ എത്രയോ സ്റ്റേറ്റിൽ ഗവർണറായിട്ടുണ്ട്. പക്ഷെ ഈ സ്റ്റേറ്റിൽ നടക്കുന്ന പോലത്തെ സംഭവം വേറെ എവിടെയും കേട്ടിട്ടില്ല. വെരി ബാഡ് പൊസിഷൻ സാർ. എല്ലാത്തിനും കാരണം ഇപ്പോഴിരിക്കുന്ന CM ആണ്. അദ്ദേഹത്തെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ ഞങ്ങൾ ഇദ്ദേഹത്തിന് അനുകൂലമായി ഒപ്പിട്ട് കൊടുത്തത്. സേതുവിനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ ഞങ്ങൾ എല്ലാ MLA മാരും ഇവിടെ കൂടിയത്. സാറിന് വേണേ അവരെ എല്ലാം എണ്ണി നോക്കാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്ന ആളായിരിക്കാം. എപ്പോൾ ഈ സ്റ്റേറ്റിൽ ഗവർണറായി വന്നോ അന്നു മുതൽ ഞാനും ഈ മണ്ണും തമ്മിൽ ഒരു ബന്ധമുണ്ടായി. നിങ്ങളുടെ വികാരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇനി മുതൽ ഈ സ്റ്റേറ്റിനെ സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ശ്രീ സേതുവിന്റെ രാജിക്കത്ത് വാങ്ങിയ ഉടനെ നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്പ്യാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതാണ്. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങേരെ ഡിസ്മിസ് ചെയ്തിട്ട് ഇങ്ങേർക്ക് ആ സ്ഥാനം കൊടുക്ക്. നമസ്കാരം സാർ. അവന് ഇവിടെ ചേർന്നുള്ള ഒത്തുകളിയായിട്ടല്ല, ഇവിടെ ആദ്യം കൊല്ലണം. മിസ്റ്റർ സേതു, മുഖ്യമന്ത്രിയായി തുടരാനുള്ള പിന്തുണ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പാർട്ടി MLA മാർ നമ്പ്യാരെ സപ്പോർട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രി 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 ആര് CM ആയാലും എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ നടന്നതിനൊന്നും കാരണക്കാരൻ ഞാനല്ലെന്ന് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് ജനങ്ങൾ മനസ്സിലാക്കണം. അനങ്ങിപ്പോരുത്. ക്ഷമിക്കണം സാർ. നമ്പ്യാരെ, നീ വിചാരിച്ച മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ പറ്റും, അവരെ താഴെ ഇറക്കാൻ പറ്റും, അല്ലെങ്കിൽ വേണമെങ്കിൽ അവരെ കൊല്ലാനും. ജനങ്ങളെ രക്ഷിക്കേണ്ട മന്ത്രി തന്നെ കുടിലുകൾക്ക് തീ വെച്ചു, ബോംബ് വെച്ചു. ആരത്? ഞാനാ. എനിക്ക് മുമ്പിരുന്ന CM എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഇതിന് നീ മറുപടി പറഞ്ഞില്ലെങ്കിൽ നാളെ നീ എങ്ങനെയാണ് മരിച്ചതെന്ന് ഞാൻ തന്നെ കോർട്ടിൽ പറയേണ്ടി വരും. പറയടാ. അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. ഞാൻ പറയാം. വിവാഹ വാർഷികത്തിനകത്ത് പെട്രോൾ ഒഴിച്ച് കൊന്നത് ഞങ്ങളാ. ഞാൻ നിലവിളക്ക് മാത്രമേ തള്ളിയിട്ടുള്ളൂ. അവരെ കൊല്ലാൻ പദ്ധതിയിട്ട് ആര്? ഞാനാ ഞാനാ ഞാൻ തന്നെ കൊന്നേ. എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ അയാളെ നശിപ്പിച്ചു. അതുകൊണ്ടാ ഞാനാ സേതു.
എല്ലാം ചെയ്തത് ഞാനാ ചെയ്തേ. ഗവർണറുണ്ട്, ഇത്രയും പോലീസുകാരുണ്ട്, ഞാൻ വേണം സറണ്ടർ ആവാം. നിയമം എന്താണല്ലോ അതുപോലെ ആയിക്കോട്ടെ. സറണ്ടറായ നിയമത്തിന് വെളിയിൽ വരേണ്ടത് എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? പണമുണ്ടെങ്കിൽ എന്തും നേടാമെന്നുള്ള നിന്റെ അഹങ്കാരത്തിനല്ലെന്ന് ഞാൻ കൊല്ലുന്നു. കേവലം ഒരു പെണ്ണിന് വേണ്ടി മുഖ്യമന്ത്രിയെ കൊന്നില്ലേ, അതിനുവേണ്ടിയാണ് നിന്നെ കൊല്ലുന്നത്. ഈ നാടിന് വേണ്ടി നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരെ നശിപ്പിക്കുന്നതിന്റെ പേരിലും നിന്നെ ഞാൻ കൊല്ലുന്നില്ല. നിനക്ക് സുഖമായി കഴിയാൻ വേണ്ടി പാവം ജനങ്ങളെ ആയിരക്കണക്കിന് പേരെ കൊന്നില്ലേ, അതിനു വേണ്ടിയാടാ നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നത്. മുഖ്യമന്ത്രി വിജയിക്കട്ടെ, മുഖ്യമന്ത്രി വിജയിക്കട്ടെ, മുഖ്യമന്ത്രി വിജയിക്കട്ടെ, മുഖ്യമന്ത്രി, 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 മുഖ്യമന്ത്രി. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കില്ല. നിന്റെ പ്രതികാരം എന്നോട് മാത്രമായിരുന്നു ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ ആയിരക്കണക്കിനായ പാവപ്പെട്ടവരുടെ ജീവിതം നീ ബലി കഴിച്ചു. അതുകൊണ്ട് നിനക്ക് മാപ്പ് തരാനുള്ള അവകാശം ഇവർക്കാ ഉള്ളത്. മുഖ്യമന്ത്രി, 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 മുഖ്യമന്ത്രി. ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തെറ്റ് ചെയ്യുന്നവർക്ക് എന്നും ഇതൊരു പാഠമായിരിക്കും. സാർ, അങ്ങേ ഞാൻ എങ്ങനെ നിങ്ങൾക്കും കടമയാണ് മുഖ്യം. കമോൺ. മുഖ്യമന്ത്രി, 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 മുഖ്യമന്ത്രി. ഊരും പേരും അറിയാത്ത എന്നെ ഇന്നലെ വരെ നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞു. കുറച്ചു മുമ്പ് രാജിവെച്ച് ഒഴിയണമെന്ന് പറഞ്ഞു. കല്ലുകൊണ്ട് എറിഞ്ഞു, കൊല്ലാൻ വരെ ശ്രമിച്ചു. ഇപ്പോ വീണ്ടും കീജെ വിളിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന കീജയും രാജിയും മാത്രമാണ്. ഇങ്ങനെ വികാരത്തിന് അടിമപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അയാൾ ഭരിക്കും, ഇയാൾ ഭരിക്കും, മറ്റൊരുത്തം ഭരിക്കും, പക്ഷെ ജനങ്ങളുടെ ഭരണം വരില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു വോട്ട് ചെയ്യുന്നു. അന്നേ ജനങ്ങളുടെ ഭരണം വരൂ.